പശ്ചിമേഷ്യൻ രാഷ്ട്രീയം പൊടുന്നനെയാണ് യുദ്ധത്തിലേക്ക് വഴിമാറിയത് നമ്മൾ കണ്ടത്. ഓപ്പറേഷൻ എപ്പിക് ഫ്യൂറി എന്ന് പേരിട്ടിട്ട് ഇസ്രായേലും അമേരിക്കയും ചേർന്ന് ഇറാനെ ആക്രമിക്കുന്ന കാഴ്ചയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടത്. ആദ്യം തന്നെ ടെഹ്റാനിലെ ഒരു എലിമെൻ്ററി സ്കൂളിലേക്ക്, പെൺകുട്ടികൾ മാത്രം പഠിക്കുന്ന സ്കൂളിലേക്ക് മിസൈൽ അയച്ച് അവിടെയുള്ള 185 കുട്ടികളാണ് മരിച്ചുപോയത്, കൊന്നത്. അതിനുശേഷം അവിടുത്തെ ഇറാൻ്റെ ആത്മീയ നേതാവായ അയത്തുള്ള അലി ഖുമൈനിയെ വധിച്ചു. ഒപ്പം സൈനിക നേതൃത്വത്തിലും ഉദ്യോഗസ്ഥ തലത്തിലും ഒക്കെ ഉള്ള 40ഓളം ഉദ്യോഗസ്ഥരെയും കമാൻഡർമാരെയും എല്ലാം വധിച്ചു. അതിനുശേഷം ലോകക്രമം തന്നെ പൊടുന്നനെ വേറൊരു അവസ്ഥയിലേക്ക് മാറുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഇറാൻ വലിയ രീതിയിൽ തന്നെ തിരിച്ചടിക്കുന്നു. അതൊരു പക്ഷേ ആ രീതിയിൽ പ്രതീക്ഷിച്ചിരുന്നില്ല ഇസ്രായേലും അമേരിക്കയും എന്ന് തോന്നുന്നു. ഒമാൻ്റെ ഒരു മധ്യസ്ഥതയിൽ സമാധാന ചർച്ചകൾ നടക്കുന്നതിൻ്റെ ഇടയിലാണ് ആ ചർച്ചയെ തന്നെ അപ്രസക്തമാക്കിക്കൊണ്ട് അല്ലെങ്കിൽ അതിൻ്റെ ഒരു സാധുതയില്ലാതാക്കിക്കൊണ്ട് ഈ ആക്രമണം അഴിച്ചുവിടുന്നത്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് നമ്മൾ ഈ പശ്ചിമേഷ്യൻ രാഷ്ട്രീയത്തിൻ്റെ ഭൗമരാഷ്ട്രീയവും സാമ്പത്തിക രാഷ്ട്രീയവും ഒപ്പം പലതരത്തിലുള്ള താല്പര്യങ്ങൾ ഇതിനകത്ത് വർക്ക് ചെയ്യുന്നുണ്ട്. എണ്ണയുടെ താല്പര്യം വർക്ക് ചെയ്യുന്നുണ്ട്, ഗ്രേറ്റർ ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു പ്രോജക്റ്റിൻ്റെ താല്പര്യം വർക്ക് ചെയ്യുന്നുണ്ട്, ഏറ്റവും അത്യന്താധുനികമായിട്ടുള്ള ആയുധങ്ങളുടെ കച്ചവടവും പ്രയോഗവും വർക്ക് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഗൾഫ് രാജ്യങ്ങളെ കൂടി ഈ ഒരു യുദ്ധത്തിലേക്ക് വലിച്ചിട്ടുകൊണ്ട് ഇറാൻ ഇതിൻ്റെ ഒരു സ്വഭാവത്തെയും പലതരത്തിൽ മാറ്റി തീർത്തിട്ടുണ്ട്. ആദ്യത്തെ ചോദ്യം പ്രമോദിനോടാണ്. ഒരു തിയോക്രാറ്റിക് അതോറിറ്റേറിയൻ ഗവൺമെൻറ്റാണ് ഇറാനിലുണ്ടായിരുന്നത്. അവിടെ ആഭ്യന്തരമായിട്ട് ഒരുപാട് പ്രക്ഷോഭങ്ങൾ നിലനിൽക്കുന്ന സർക്കാരിനെതിരെയും ഈ ആത്മീയ നേതാക്കൾക്കെതിരെയൊക്കെ ഒരു മനുഷ്യാവകാശത്തിൻ്റെ തലത്തിൽ, സ്ത്രീ സ്വാതന്ത്ര്യത്തിൻ്റെ തലത്തിലൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പശ്ചാത്തലം ഇറാനിലുണ്ട്. പക്ഷേ ഈ ആണവായുധം കൈവശം വയ്ക്കുന്നു എന്നുള്ള ഒരു ആരോപണം, അതിനകത്ത് കഴമ്പുണ്ടോ ഇല്ലയോ എന്നുള്ളതൊക്കെ വേറെ വിഷയം. ഈ ഇമ്മീഡിയറ്റ് ആയിട്ട് ആക്രമിക്കാനുള്ളൊരു തീരുമാനമെടുക്കുന്നു. പക്ഷേ അവർ പ്രതീക്ഷിച്ചതിൽ നിന്ന് വിരുദ്ധമായി ഒരു ചെറുത്തുനിൽപ്പ് അല്ലെങ്കിൽ ഒരു യുദ്ധസമാനമായ സാഹചര്യത്തിലേക്ക്, ഇപ്പം നേരത്തെ ഉണ്ടായിരുന്ന അഫ്ഗാൻ ഇൻവേഷനോ ഇറാഖ് ഇൻവേഷനോ ഒക്കെ നടത്തിയ പോലെ എളുപ്പമല്ല ഈ ഒരു സഖ്യകക്ഷിക്ക് ഇറാനിൽ എന്നാണ് നമുക്ക് ഈ ഒരു വിശകലനങ്ങളിൽ നിന്നും യാഥാർത്ഥ്യത്തിൽ നിന്നൊക്കെ മനസ്സിലാവുന്നത്. ഈ ഇറാൻ യുദ്ധം അല്ലെങ്കിൽ ഇസ്രായേലും US-ഉം നടത്തുന്ന ഈ ഓപ്പറേഷൻ എപ്പിക് ഫ്യൂറി ഏത് തലത്തിലാണ് ഇനി മുന്നോട്ട് പോകുന്നതാണ് വിചാരിക്കുന്നത്? യുദ്ധം കടുത്തുകൊണ്ടിരിക്കുന്നു എന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ നമ്മൾ ഈ ചർച്ച ചെയ്യുന്ന സന്ദർഭത്തിലും ഉയർന്നു വരുന്നത്. എങ്ങനെ ഇത് മുന്നോട്ട് പോകും? ഇതിൻ്റെ ഒരു അവസാനം ഒക്കെ എങ്ങനെയായിരിക്കും എന്നാണ് തോന്നുന്നത്? ഇതിൻ്റെ അവസാനം എങ്ങനെയായിരിക്കും എന്നുള്ളതിനെ സംബന്ധിച്ച് ട്രംപിനും അമേരിക്കയ്ക്കും വലിയ ധാരണയില്ല എന്നുള്ളതാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷെ വാസ്തവത്തിൽ ഈ യുദ്ധം തുടങ്ങുന്നതിന് അമേരിക്ക പറഞ്ഞ കാരണം, ഇസ്രായേൽ എല്ലാ കാലത്തും ഒരേ കാരണമാണ് പറയുന്നത്. ഇറാൻ തങ്ങളെ നശിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു രാജ്യമാണ് എന്നുള്ളതും, തങ്ങളുടെ നിലനിൽപ്പിന്, ഇസ്രായേൽ നിലനിൽക്കണമെങ്കിൽ ഇറാൻ ഇല്ലാതാകണം, ഇറാനിൽ ഇപ്പോഴത്തെ ഈ റെജീം ഇല്ലാതാകണം എന്നുള്ളത് അവരെല്ലാ കാലത്തും പറയുന്ന ഒന്നാണ്. അമേരിക്കയെ സംബന്ധിച്ച് അമേരിക്ക പറഞ്ഞ ന്യായങ്ങൾ മുമ്പ് ഇറാഖിനെയൊക്കെ ആക്രമിച്ച പോലെ തന്നെ മറ്റേ മാസ് ഡിസ്ട്രക്ഷനുള്ള വെപ്പൺസ് ഫോർ മാസ് ഡിസ്ട്രക്ഷൻ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അതൊന്നുമില്ല എന്നുള്ളതൊക്കെ പിന്നെ തെളിയുകയും ഒക്കെ ചെയ്ത ഒരു സംഭവം പോലെ തന്നെയാണ് ഇപ്പോഴത്തെ ഈ ആക്രമണം. കാരണം ഇറാൻ ആണവായുധങ്ങൾ വികസിപ്പിക്കുന്നു, ആണവശേഷി വികസിപ്പിക്കുകയും അത് ആണവായുധങ്ങൾ ഉണ്ടാക്കുന്നതിനുള്ള ശേഷിയാക്കി മാറ്റുകയും ചെയ്യുന്നു എന്നുള്ള ആരോപണമാണല്ലോ പ്രധാനമായിട്ട് ഇറാനെതിരെയുള്ള ഉപരോധത്തിനും അതിനെതിരെ ആക്രമണം നടത്തുന്നതിനുമൊക്കെയുള്ള നടത്തിയേക്കാം എന്നൊക്കെ ഇതിനു മുമ്പ് പറഞ്ഞിരുന്നത്. വാസ്തവത്തിൽ ഇറാനുമായുള്ള ഈ ആണവശേഷിയും തുടർന്ന് ആണവായുധങ്ങൾ ഡെവലപ്പ് ചെയ്യുന്നതിനും വേണ്ടിയിട്ടുള്ള ഈ അത് ഹോൾട്ട് ചെയ്യുന്നതിനൊക്കെയുള്ള ചർച്ചകൾ ഇപ്പോൾ ഈ അടുത്ത് ഒമാൻ്റെ മധ്യസ്ഥതയിൽ നടന്നു വരികയും വാസ്തവത്തിൽ അത് മുൻപ് ഒരിക്കലും ഇല്ലാത്ത വിധത്തിൽ ഇറാൻ പല കൺസെഷൻസും തങ്ങളുടെ ആണവശേഷി പരിശോധിക്കുന്നതിനും തങ്ങളുടെ ആണവായുധത്തിലേക്ക് എത്തിക്കുന്ന രീതിയിലുള്ള സമ്പുഷ്ടീകരണം ഒഴിവാക്കുന്നതിനും ഒക്കെ ഇറാൻ സമ്മതിച്ചതിൻ്റെ പിന്നാലെയാണ് ഈ ആക്രമണം നടക്കുന്നത് എന്നുള്ളതാണ് ഒരു വസ്തുത. ആണവ നിർവ്യാപന കരാറിൽ ഒപ്പിട്ട രാജ്യമാണ് സത്യത്തിൽ ഇസ്രായേൽ അത് ചെയ്തിട്ടില്ല. ഇല്ല, അല്ല, അത് ലോകത്തിൽ എപ്പോഴും അത് മറ്റൊരു തരം ബലാബലത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇതെല്ലാം നിലനിൽക്കുന്നത്. ആർക്കാണ് ഈ ആയുധം ഉണ്ടാക്കാൻ കഴിയുന്നത്, ആരാണ് കൈവശം വെക്കേണ്ടത് എന്നുള്ളതൊക്കെ മറ്റൊരു തരത്തിലുള്ള രാഷ്ട്രീയത്തിന്റെ അതിനൊരു ചരിത്രപരമായ പശ്ചാത്തലവും എല്ലാം ഉണ്ട്. പക്ഷെ ഇപ്പോഴത്തെ ഈ ആക്രമണം എന്ന് പറയുന്നത് വാസ്തവത്തിൽ ഇസ്രായേലാണ് അതിന് വലിയ തോതിൽ മുൻകൈയെടുത്ത് വന്ന ഒരു രാജ്യം. അമേരിക്ക പോലും ഇസ്രായേലിൻ്റെ ഒപ്പം നിന്ന് ആക്രമിക്കാം എന്നുള്ള ഒരു തരത്തിലാണ് ഇസ്രായേൽ ആ സമ്മർദ്ദം ചെലുത്തിയത് എന്നുകൂടിയാണ് ഇപ്പോൾ അമേരിക്കയിൽ നിന്ന് തന്നെയുള്ള അഡ്മിനിസ്ട്രേറ്റേഴ്സിൻ്റെ ഒക്കെ വർത്തമാനത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത്. ഇസ്രായേലിൻ്റെ വലിയൊരു താല്പര്യം കൂടി ഇതിൻ്റെ പിന്നിലുണ്ട്. ഓഫ് കോഴ്സ് അമേരിക്ക തന്നെയാണ് ഇസ്രായേൽ ഒരു തരത്തിൽ പറഞ്ഞാൽ.
പക്ഷേ ഇതിലിപ്പോൾ അമേരിക്ക ചെയ്യുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ അവരവരുടെ ലക്ഷ്യമായിട്ട് പറഞ്ഞത് എന്താ വെച്ചാൽ ഒരു ന്യൂക്ലിയർ ശേഷി നശിപ്പിക്കണം എന്ന് പറഞ്ഞു. ഇപ്പോൾ ഇന്നലെ ട്രംപ് പറയുന്നത് ഇവരുടെ ബാലിസ്റ്റിക് മിസൈൽ ലോഞ്ച് ചെയ്യുന്നതിനും ബാലിസ്റ്റിക് മിസൈലുകൾ ഉണ്ടാക്കുന്നതിനുമുള്ള ശേഷിയെ മുഴുവൻ ഇല്ലാതാക്കണം എന്ന് പറയുന്നു. അവരുടെ നേവൽ ശേഷിയെ ഇല്ലാതാക്കണം എന്ന് പറയുന്നു. അവരൊരു ത്രെറ്റാണ് എന്നുള്ളത് ഇല്ലാതാക്കണം എന്ന് പറയുന്നു. പക്ഷേ അതിൻ്റെ 2 ദിവസം മുമ്പ് റെജീം ചേഞ്ച് എന്ന് പറയുന്ന അവിടുത്തെ ഭരണ സംവിധാനത്തെ മുഴുവൻ മാറ്റുക എന്ന് പറയുന്ന ലക്ഷ്യം ട്രംപ് ഇന്നലെ പറയുമ്പോൾ ഇല്ല. അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ അമേരിക്ക രാജ്യങ്ങളെ ആക്രമിക്കുന്നതിന്റെ പിന്നിൽ ജനാധിപത്യം ഒരു ചേതോവികാരമല്ല. ജനാധിപത്യം എന്ന് പറയുന്നത് അമേരിക്ക കരുതുന്നതും അമേരിക്ക പ്രചരിപ്പിക്കുന്നതും തങ്ങൾ ലോകത്തിന്റെ മറ്റു ഭാഗങ്ങളിലേക്ക് കരുതുന്നത് എന്ന് പറഞ്ഞാൽ അവർ നമ്മളെ തെറ്റിദ്ധരിപ്പിക്കുന്നത് ലോകത്തിന്റെ മറ്റു ഭാഗങ്ങളിലേക്ക് ജനാധിപത്യത്തെ എക്സ്പോർട്ട് ചെയ്യുന്ന ഒരു രാജ്യമാണ് തങ്ങൾ എന്നാണ് അവർ പ്രചരിപ്പിക്കുന്നതെങ്കിലും വാസ്തവത്തിൽ ഏകാധിപത്യത്തെയും ശിഥിലീകരണത്തെയും ഒരു തരത്തിലുള്ള കൊള്ളയെയും മാത്രമാണ് അവർ എക്സ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് എത്രയോ കാലത്തെ ഉദാഹരണങ്ങൾ നമുക്കുണ്ട്. ഇപ്പോൾ ഒരു 19-ാം നൂറ്റാണ്ട് മുതൽ അമേരിക്ക, അതിനു മുമ്പ് തന്നെ അമേരിക്കയുടെ ചരിത്രം തന്നെ ഇത്തരത്തിലുള്ള കടന്നുകയറ്റങ്ങളുടെ ഇതാണ്. ഇപ്പോൾ വെനസ്വേലയിൽ മഡൂറോയെ കിഡ്നാപ്പ് ചെയ്ത് കൊണ്ടുപോവുകയും അവിടെ ഒരു അധിനിവേശം നടത്തി അയാളെ തട്ടിക്കൊണ്ടുപോയി അറസ്റ്റ് ചെയ്ത് വെക്കുകയും ചെയ്യുന്നത് ഇത് അവരുടെ മൺറോ ഡോക്ട്രിൻ പ്രകാരമാണല്ലോ. പ്രകാരം അവിടെ നടക്കുന്ന കരീബിയനിലും അവിടെയും നടക്കുന്ന എല്ലാ രാജ്യങ്ങളിലെയും അവിടുത്തെ ആ വലിയ ഭൂപ്രദേശത്തെയും എന്ത് കാര്യവും തങ്ങളുടെ താല്പര്യങ്ങൾക്കനുസൃതമായിട്ട് ഉപയോഗിക്കാമെന്നുള്ള ഡോക്ട്രിൻ തന്നെ അമേരിക്ക ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. ഇത് തന്നെയാണ് ഗൾഫിന്റെ കാര്യത്തിലുമുള്ള തങ്ങളുടെ നിക്ഷിപ്ത താല്പര്യങ്ങൾക്ക് വേണ്ടിയാണ് അവർ ഇത് ചെയ്യുന്നത്. ഇപ്പോൾ അമേരിക്ക ഇടപെട്ട മറ്റു രാജ്യങ്ങൾ, നമ്മൾ ഇറാഖായാലും അഫ്ഗാനിസ്ഥാനായാലും ഒക്കെ ഇപ്പം എന്താ അവസ്ഥ എന്നുള്ളത് വളരെ നമുക്ക് കൃത്യമായിട്ട് അറിയാം. ഇറാഖ് അവിടുത്തെ എണ്ണയായിരുന്നു, ഓയിലായിരുന്നു അവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം. ഇറാഖിൽ നിന്നും ഇറാനിലെത്തുമ്പോൾ നേരിട്ട് ഓയിൽ കൺസംഷൻ്റെ ഒരു ഇഷ്യൂ അല്ല ഇപ്പോൾ നിൽക്കുന്നത്. അത് മറ്റൊരു വിഷയം, അത് നമുക്ക് പറയാം. പക്ഷേ ഇറാഖ്, ലിബിയ, അഫ്ഗാനിസ്ഥാൻ ഇതെല്ലാം എന്താണെന്ന് വെച്ചാൽ അവിടുത്തെ ആഭ്യന്തര ഗോത്രയുദ്ധങ്ങളിലേക്കും അവിടുത്തെ സായുധ മിലിഷ്യകൾ ഓരോ ഭാഗങ്ങൾ കൈയാളുന്നതിലേക്കും ഒക്കെ ആയിട്ട് ചുരുങ്ങിയുണ്ടായി. ഇപ്പോൾ സിറിയ നോക്കുക, അമേരിക്ക ടെററിസ്റ്റ് ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞ് മുദ്രകുത്തുകയും തലയ്ക്ക് വില പറയുകയും ചെയ്ത ആളുകളും സംഘടനയുമാണെന്ന് സിറിയ ഭരിക്കുന്നത്. അവരാദ്യം പോകുന്നത് വൈറ്റ് ഹൗസിൽ പോയിട്ട്, ഓവൽ ഓഫീസിൽ പോയിട്ട് ട്രംപുമായിട്ട് കൂടിക്കാഴ്ച നടത്തുകയാണ്. അഹമ്മദ് അൽ സാഹർ എന്ന് പറയുന്ന അവിടുത്തെ മുൻ ടെററിസ്റ്റ് എന്ന് ഇവർ തന്നെ വിശേഷിപ്പിച്ചിരുന്ന ഭീകരവാദി എന്ന് പറഞ്ഞ ഇപ്പോഴത്തെ പ്രസിഡന്റ് ചെയ്യുന്നത്. ഇതിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഇറാൻ എന്ന് പറയുന്നത്, ഇപ്പോൾ സിറിയയിലാണ് വെച്ചാൽ ബഷർ അൽ അസാദ് എന്ന് പറയുന്ന അയാളും അയാളുടെ പാർട്ടിയും അയാളുടെ ഫാമിലിയും ഒക്കെ ആയിട്ടുള്ള ജനാധിപത്യം എന്നൊന്നും നമുക്ക് വിളിക്കാൻ പറ്റാത്ത ഒരു കടുത്ത അധികാര കേന്ദ്രീകരണത്തിൻ്റെ, വ്യക്തികളിലേക്കുള്ള അധികാര കേന്ദ്രീകരണത്തിൻ്റെ രൂപത്തിലുള്ള ഒരു ഭരണ സംവിധാനമായിരുന്നു സിറിയയിലുണ്ടായിരുന്നത്. ഇത് തന്നെയാണ് ലിബിയയിലും ഉണ്ടായിരുന്നത്. മറ്റ് സൗകര്യങ്ങൾ, ഇപ്പോൾ പാശ്ചാത്യ രാജ്യങ്ങളിലെ ജീവിത സൗകര്യങ്ങളോട് കിടപിടിക്കാവുന്ന രീതിയിൽ ആളുകൾക്ക് സൗകര്യം കൊടുക്കാവുന്ന അത്ര സമ്പന്നമാണ് ലിബിയയിലെ ഓയിൽ വെൽത്ത്. പക്ഷെ അതൊക്കെ കൈകാര്യം ചെയ്തിരുന്നത് സാമാന്യമായ സൗകര്യങ്ങൾ ആളുകൾക്ക് ഉണ്ടായിരുന്നെങ്കിലും മുഅമ്മർ ഗദ്ദാഫി എന്ന് പറയുന്ന ഒരു ഏകാധിപതിയാണ്. അയാൾ ഒരു സെക്യുലറായാണ്, പക്ഷേ ഏകാധിപതിയാണ്. ഇത് തന്നെയാണ് ഇറാഖിലും ഉണ്ടായിരുന്നത്. ഇറാഖിൽ ഇത്രയൊന്നും അല്ലാതിരുന്ന കടുത്ത ജനാധിപത്യ നിഷേധങ്ങളിലൂടെ കടന്നുപോയിക്കൊണ്ടിരുന്ന ഒരു ഏകാധിപതിയായിരുന്നു സദ്ദാം ഹുസൈൻ. പക്ഷേ ഒരു പപ്പറ്റല്ല. ഇത് വെസ്റ്റേൺ ഇമ്പീരിയലിസത്തിൻ്റെയും US ഇമ്പീരിയലിസത്തിൻ്റെയും ഒരു പപ്പറ്റല്ല എന്നുള്ളതാണ് അവരുടെ പ്രശ്നമുണ്ടായിരുന്നത്. ആ രാജ്യങ്ങളുടെ ജനാധിപത്യം ആകർഷകമായിരിക്കുന്നത് കൊണ്ടല്ല നമ്മൾ അവരെ പിന്താങ്ങുന്നത്. US ഇമ്പീരിയലിസത്തിൻ്റെ ആക്രമണം എന്ന് പറയുന്നത് അവിടെ നിലനിന്നിരുന്ന അവസ്ഥയെ ശരിയാക്കുന്നതിനൊന്നും വേണ്ടിയല്ല എന്നുള്ളതും, അത് വളരെ കൃത്യമായ പഴയ കൊളോണിയലിസത്തിൻ്റെ മറ്റൊരു രൂപത്തിലുള്ള സാമ്രാജ്യത്വ ആക്രമണം മാത്രമാണ് ഇത് എന്നുള്ളത് കൊണ്ടും കൂടിയാണ് നമ്മൾ എതിർക്കുന്നത്. ഈ ഇറാനിലെ അവസ്ഥ കുറച്ച് വ്യത്യസ്തമാണ്. ഇറാൻ എന്ന് പറയുന്നത്, ഇറാൻ ഒന്നാമത് ഒരു ഇസ്ലാമിക മതപൗരോഹിത്യത്തിൻ്റെ വളരെ പല പല തട്ടുകളുള്ള ഒരു സംവിധാനമാണ് ഇറാനെ ഭരിക്കുന്നത്. അതിന് ഒരു അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റമുണ്ട്. അതിന് അസാധ്യമായ തരത്തിലുള്ള അത്തരമൊരു രാജ്യത്തിൻ്റെ വലിയ തരത്തിലുള്ള ഒരു സൈനിക സംവിധാനമുണ്ട്. ഇപ്പോൾ ഖമനേയി കൊല്ലപ്പെട്ടതിന് ശേഷം വളരെ പെട്ടെന്ന് മറ്റൊരു ലീഡറെ വെക്കാവുന്ന തരത്തിൽ ദർ എക്സ്പെക്ടിങ് ദിസ് മൊമെന്റ് എന്നാണ് പറയുന്നത്. അവരിത് പ്രതീക്ഷിച്ചിരുന്നതാണ്. ഇത്തരത്തിലുള്ളൊരു സംവിധാനമുണ്ട്. അവരുടെ റെജീം ചേഞ്ച് എന്ന് പറയുന്നതും എളുപ്പമല്ല. അതിന് മറ്റൊരു കാരണം കൂടിയുണ്ട്. ഇത് ഇറാനിലേത് ഒരു ജനാധിപത്യ വിരുദ്ധ ഭരണകൂടമാണ്, ഒരു ആധുനിക സമൂഹത്തിൽ നിലനിൽക്കാൻ അർഹതയില്ലാത്ത ഭരണകൂടമാണ്. ഇറാനിലേത് സ്ത്രീ വിരുദ്ധതയുടെ ഇസ്ലാമിക മതശാസനങ്ങളുടെ അടിസ്ഥാനത്തിൽ നടക്കുന്ന അതിലെ സ്ത്രീ വിരുദ്ധതയെ ഏറ്റവും ഹീനമായി പകർത്തി വെച്ചൊരു ഭരണകൂടമാണ് ഇറാനിലേതെന്നുള്ളതിൽ സംശയമൊന്നുമില്ല. പക്ഷെ ഇതൊക്കെ തന്നെയാണ് സൗദിയിലും ബഹ്റിനിലും ഒക്കെയുള്ള ഭരണകൂടങ്ങൾ എന്നുള്ളതാണ്. അവിടെയും രാജാവും ഇതൊക്കെ തന്നെയാണ് ഭരിക്കുന്നത്. അവിടെയും ജനാധിപത്യമൊന്നുമില്ല. ഇറാനിലേത് പക്ഷേ ഇറാനിലെ ജനതയ്ക്ക് അവിടെ നിന്നുള്ളതിൽ നിന്നും വ്യത്യസ്തമായ ഒരു ചെറുത്തുനിൽപ്പ് ഇറാനിലെ ജനത പല കാലങ്ങളിലായിട്ട് നടത്തുന്നുണ്ട്. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഇപ്പോൾ മഹ്സാമീനിയുടെ കൊലപാതകത്തിന് ശേഷം, അതിനുശേഷം ഇപ്പോഴുണ്ടായ പ്രക്ഷോഭങ്ങളൊക്കെ ഇറാനിലെ ജനത വലിയ ചെറുത്തുനിൽപ്പുകൾ നടത്തുന്നുണ്ട്. പക്ഷേ ഈ ചെറുത്തുനിൽപ്പുകളെ നിഷ്കരണം അടിച്ചമർത്തുക തന്നെയാണ്. ആയിരക്കണക്കിന്
ആയിരക്കണക്കിന് ആളുകളാണ് ഇപ്പോൾ കഴിഞ്ഞ ഇതിൽ കൊല്ലപ്പെട്ടത്. അപ്പൊ ഇതെല്ലാം ഇറാനിൽ നടക്കുമ്പോഴും ആ ഒരു സംവിധാനം വളരെ സ്ട്രോങ് ആണ്, വളരെ ശക്തമാണ് ഇറാനിലെ ഭരണ സംവിധാനം. ഈ ഭരണ സംവിധാനത്തിന്റെ ഈ ശക്തി എന്ന് പറയുന്നത് അത് ഇൻസിഡന്റലി നമുക്ക് പറയാവുന്നത് മുമ്പുള്ള പോലെയല്ല ഭരണ സംവിധാനങ്ങളെ മാറ്റുക എന്നുള്ളത്. മുമ്പുള്ള പോലെയുള്ള ജനകീയ പ്രക്ഷോഭങ്ങളിലൂടെ ഭരണ സംവിധാനങ്ങളെ മാറ്റുക ഇന്ന് അത്ര എളുപ്പമല്ല. കാരണം വളരെ സൂക്ഷ്മമായ തലത്തിൽ ജനങ്ങളെ നിയന്ത്രിക്കുകയും അവരുടെ പൗരാവകാശങ്ങളെ മാത്രമല്ല അവരുടെ ദൈനംദിന ജീവിതത്തെ വരെ നിയന്ത്രിക്കുകയും ചെയ്യുന്ന സംവിധാനം ഉണ്ടാക്കിയെടുക്കുന്നതിന് ഇറാനൊക്കെ അത് വളരെ കൃത്യമാണ്. എന്തെങ്കിലും ഒരു പ്രക്ഷോഭം തുടങ്ങുമ്പോഴേക്കും ഇന്റർനെറ്റ് മുഴുവൻ കട്ട് ചെയ്യുന്നു, ആളുകളെ അറസ്റ്റ് ചെയ്യുന്നു, ഒരാഴ്ചത്തെ വിചാരണയ്ക്ക് 100 കണക്കിന് ആളുകളെ എക്സിക്യൂട്ട് ചെയ്യുന്നു. ഇങ്ങനെയൊക്കെയാണ് നടക്കുന്നത്. പക്ഷെ അപ്പോഴും അതിനെ മാറ്റി എളുപ്പമല്ല. ഏതാണ്ട് 6 ലക്ഷം വരുന്ന വലിയൊരു പട്ടാളം അവർക്കുണ്ട്. ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് എന്ന് പറയുന്ന വലിയൊരു സംവിധാനമുണ്ട്. ബസീജ് എന്ന് പറയുന്ന മറ്റൊരു വലിയ അത് ഒരു സ്ട്രീറ്റ് തഗ്സിനെ പോലെ നടക്കുന്ന വലിയൊരു പാരാമിലിറ്ററി സംവിധാനം വേറെയുണ്ട്. ഇതൊക്കെയുള്ള ഒരു സ്ഥലമാണത്. അവിടെ ഒരു റെജീം ചേഞ്ചിന് ഡെമോക്രസിയുമായിട്ട് ജനാധിപത്യവുമായിട്ട് പരിചിതമല്ലാത്തൊരു ജനത കൂടിയാണ്. അവർക്ക് അതിനുള്ള സംവിധാനങ്ങളില്ല, സംഘങ്ങളില്ല. അവിടെ നിങ്ങൾ ജനാധിപത്യം അവരവിടെ സമരം ചെയ്ത് നേടുമെന്ന് പറയുന്നത് എളുപ്പമല്ല എന്ന് മാത്രമല്ല പുറത്തുനിന്നുള്ള ആക്രമണം ഉണ്ടായാലും എളുപ്പമല്ല. ഇതിനൊരു സംവിധാനമില്ല. ഇപ്പം ഇന്ത്യയിലാണെങ്കിൽ നമുക്ക് ഇവിടുത്തെ ഹിന്ദുത്വ ഫാഷിസത്തിനെ ചെറുത്ത് നിൽക്കുന്ന ഒരു വിഭാഗം മനുഷ്യർ ഇവിടെ ഉണ്ട്. കാശ്മീർ മുതൽ കന്യാകുമാരി വരെ എല്ലായിടത്തും ഇത് ശരിയല്ല എന്ന് പറയുന്ന ഒരു വിഭാഗം മനുഷ്യരുണ്ട്. അവർക്ക് സംഘടനാ സംവിധാനങ്ങളുണ്ട്, വേണമെങ്കിൽ തെരുവിൽ ഇറങ്ങാം എന്നുള്ളതുകൊണ്ട്. എന്നിട്ട് പോലും ദുർബലമാണ് ഇവിടെ. അവിടെയൊന്നും അതില്ല. അപ്പോ ഈ ആക്രമണത്തിന്റെ ഭാഗമായിട്ട് റെജീം ചേഞ്ച് ഉണ്ടാകും എന്ന് പറയുന്നത് US പോലും ഗൗരവമായിട്ട് കണക്കിലെടുക്കുന്നില്ല. അതുകൊണ്ടാണ് അവരിപ്പോ അത് പറയാത്തത്. ഉണ്ടാവില്ല എന്നൊന്നും പറയാനാവില്ല ഇപ്പോൾ, പക്ഷേ എങ്കിലും പറയാത്തത്. പിന്നെ ഇറാന്റെ ബാലിസ്റ്റിക് മിസൈൽ കപ്പാസിറ്റി ഇല്ലാതാക്കുമെന്നാണ് ഇപ്പോൾ പറയുന്നത്, ഇല്ലാതാക്കണമെന്ന്. അത് ഒരു ഇമ്മീഡിയറ്റ് ചലഞ്ച് തന്നെയാണ്. അത് ഇല്ലാതാക്കാത്തിടത്തോളം കാലം ഇറാനെ തോൽപ്പിക്കാൻ പറ്റില്ല. കാരണം ഇറാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ പ്രഷർ ഉണ്ടാക്കിയാണ്. UAE-യിലേക്ക്, സൗദിയിലേക്ക്, ബഹ്റൈനിലേക്ക്, കുവൈറ്റിലേക്ക്, ഖത്തറിലേക്ക്, അവരുടെ വേണമെങ്കിൽ അവരുടെ സുഹൃത്ത് രാജ്യം എന്ന് വിളിക്കാവുന്ന ഒമാനിലേക്ക് വരെ അവർ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇത് മിഡിൽ ഈസ്റ്റിലാകെ ഈ ക്രൈസിസ് ഫീൽ ചെയ്യണമെന്നും ഇത് ആഗോള ഓയിൽ സപ്ലൈ ചെയിനെ ബാധിക്കുമെന്നും വരുമ്പോഴാണ് കൂടുതൽ പ്രശ്നം ഉണ്ടാകുന്നത്. അമേരിക്കയെ സംബന്ധിച്ച് ഓയിൽ ക്രൈസിസ് അവരെ ഉടനടി ബാധിക്കില്ല. കാരണം ആക്ച്വലി ദേ ആർ എക്സ്പോർട്ടേഴ്സ് ഓഫ് ഓയിൽ നൗ ഇൻ എ വേ. അവരെ സംബന്ധിച്ച് അത്തരത്തിലൊരു പ്രശ്നമില്ല. പക്ഷേ ഇപ്പോൾ സ്ട്രെയിറ്റ് ഓഫ് ഹോർമുസ് ഇറാൻ ബ്ലോക്ക് ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ ഈ അന്താരാഷ്ട്ര എണ്ണ കടത്തിൻ്റെ 20% ഈ സ്ട്രെയിറ്റ് ഓഫ് ഹോർമുസ് കൂടെയാണ്. LNGയുടെ ദ്രവീകൃത പ്രകൃതിവാതകത്തിൻ്റെ കടത്തിൻ്റെ 1/5 സ്ട്രെയിറ്റ് ഓഫ് ഹോർമുസ് കൂടെയാണ്. ഇതിൽ മറ്റൊരു കാര്യം കൂടി കാണേണ്ടത് അധികം ഏഷ്യൻ രാജ്യങ്ങളിലേക്കാണ്. ചൈനയിലേക്കാണ് ഏതാണ്ട് 60% ഇത് പോകുന്നത്. ഇന്ത്യയിലേക്കുള്ള എണ്ണ വരുന്നത് ഇറാഖിൽ നിന്നും സൗദിയിൽ നിന്നുമൊക്കെയുള്ള ഓയിൽ വരുന്നത് ഈ വഴിക്കാണ്. അപ്പോൾ ഇത് ഈ രാജ്യങ്ങളെയാണ് അധികം ബാധിക്കുക. അപ്പോൾ ഇത്തരത്തിലൊരു പ്രഷർ ആദ്യം ഉണ്ടാകുമ്പോൾ അത് വെസ്റ്റേൺ കൺട്രീസിനെ ബാധിക്കില്ല എന്നുള്ളത് കൂടിയുണ്ട്. ഇനി ബാധിച്ചാൽ തന്നെയും ഇസ്രയേലും US-ഉം കാണുന്നത് 2 തരത്തിലുള്ള ഡൊമിനേഷൻ ഇതോടുകൂടി സ്ഥാപിക്കപ്പെടും മിഡിൽ ഈസ്റ്റ്. ഈ ജിയോ പൊളിറ്റിക്കൽ ഒരു ഡൊമിനൻസ് ഇറാൻ ഇല്ലാതാകുന്നതോടുകൂടി അവിടെ സമ്പൂർണ്ണമായി സ്ഥാപിക്കപ്പെടും. ഇറാന്റെ സൈനിക ശേഷിയും ഇറാനിലെ റെജീമും ഇല്ലാതാകുന്നതോടുകൂടി. ഇറാനിലെ റെജീമിന്റെ ജനാധിപത്യ വിരുദ്ധതയല്ല പ്രശ്നം, അത് മറ്റൊരു കാര്യമാണ്. ഒപ്പം തന്നെ ഇതിനു മുമ്പുണ്ടായിരുന്നൊരു ശേഷി മിഡിൽ ഈസ്റ്റിലുള്ള തർക്കങ്ങളിലേക്ക് ഇറാൻ ഇപ്പോഴില്ല. അത് ഇറാൻ മുമ്പ് നേരിട്ടിടപെടുന്ന ഒരു രാജ്യമല്ല. അതാണല്ലോ പറയുന്നത്. US അതിൻ്റെ ഇത്രയും കാലത്തെ 2 നൂറ്റാണ്ടിൻ്റെ ചരിത്രത്തിൽ 100 കണക്കിന് രാജ്യങ്ങളിലേക്കും 100 കണക്കിന് ഇൻവേഷൻസ് നടത്തിയിട്ടുണ്ട്. ഇറാൻ ഇന്നേ ഒരു രാജ്യത്തും ഇൻവേഷൻ നടത്താത്തൊരു രാജ്യമാണ്. എന്നിട്ട് അവർ തെമ്മാടി രാജ്യവും അമേരിക്ക ജനാധിപത്യ രാജ്യവുമായിട്ടാണ് അറിയപ്പെടുന്നത്. അത് വേറെ കാര്യം. പക്ഷേ ഇറാൻ നടത്തിയിരുന്നത് ഇപ്പോൾ അവരുടെ പ്രോക്സീസ് എന്ന് പറയുന്നത് ഹെസ്ബുള്ള. അത് വാസ്തവത്തിൽ ഇതെല്ലാം അറബ് രാജ്യങ്ങളിലെ മതേതര പാർട്ടികളെയും മതേതര മൂവ്മെന്റിനെയും സോഷ്യലിസ്റ്റ് മൂവ്മെന്റിനെയും ഇപ്പോൾ സൂയസ് കനാലിന്റെ ദേശസാൽക്കരണം അടക്കമുള്ള സോവിയറ്റ് യൂണിയൻ കാലത്തൊക്കെയുള്ള കാലത്തടക്കമുള്ള അവിടുത്തെ ഇടതുപക്ഷ രാഷ്ട്രീയത്തിന്റെ അടക്കം സ്വാധീനത്തെ ഇല്ലാതാക്കുന്നതിന് പൊളിറ്റിക്കൽ ഇസ്ലാം സാമ്രാജ്യത്വവുമായിട്ട് കൈകോർത്ത് നിന്നാണ് അവിടുത്തെ ഇടതുപക്ഷ മതേതര ധാരയെ ഇല്ലാതാക്കാൻ ശ്രമിച്ചത്. അത് ഇറാഖിലായാലും ശരി, ഇറാനിലായാലും ശരി, എല്ലായിടത്തും കമ്മ്യൂണിസ്റ്റുകാരെയും സോഷ്യലിസ്റ്റുകളെയും മതേതരവാദികളെയും ജയിലിലിടുകയും കൊന്നൊടുക്കുകയും ചെയ്യുകയാണ് ഇവർ ചെയ്തത്. അതിനുശേഷം ഉണ്ടാകുന്ന ഒരു തർക്കമാണിത്. അപ്പോൾ ആ പ്രോക്സീസിന്റെ ഭാഗമായിട്ടാണ് മുസ്ലിം ബ്രദർഹുഡ് ഉണ്ടാകുന്നത്. ഇപ്പോൾ ഹിസ്ബുള്ളയെ പോലെ ഹിസ്ബുള്ള
അതുപോലെ തന്നെ യമനിലെ ഹൂത്തീസ്, ഇതിനെയെല്ലാം ഈ കഴിഞ്ഞ ഒരു 2024 മുതൽ നിരന്തരമായ ആക്രമണത്തിലൂടെ ഹിസ്ബുള്ളയെ അടക്കം ഇവർ ന്യൂട്രലൈസ് ചെയ്തു എന്ന് തന്നെ പറയും. ഇപ്പോൾ ഹിസ്ബുള്ള ആക്രമണം തുടങ്ങി ബെയ്റൂട്ടിൽ നിന്നൊക്കെ പറയുമ്പോൾ പോലും അത് ദുർബലമാണ്. സോ ഇൻ എ വേ ഇറാന് ഈ ആക്രമണത്തിൻ്റെ സമയത്ത് ഇസ്രായേലിനെ സമ്മർദ്ദത്തിലാക്കാൻ കഴിയുന്ന മറ്റ് ആക്രമണങ്ങൾ മറ്റേതെങ്കിലും വാർ ഫ്രണ്ടിൽ നിന്ന് തുടങ്ങാൻ അവർക്ക് കഴിയില്ല. അവർ പൂർണ്ണമായും ഡിപ്പെൻഡൻ്റ് ആയിരിക്കുന്നത് അവരുടെ ഈ മിസൈൽ ശേഖരത്തിലാണ്. എന്ന് മാത്രമല്ല അവരുടെ വ്യോമ അതിർത്തികൾ മുഴുവൻ വളരെ ഫ്രജൈലാണ് ഇപ്പോൾ. ബിക്കോസ് അത് മറ്റ് US-ൻ്റെയോ അല്ലെങ്കിൽ ഇസ്രായേലിൻ്റെയോ യുദ്ധവിമാനങ്ങൾക്ക് കടന്നു നിന്ന് സുഗമമായി പോരാവുന്ന ഒരു അവസ്ഥയിലേക്ക് ഏതാണ്ടുണ്ട്. അവരുടെ ഇതിനെ ആ സിസ്റ്റം കഴിഞ്ഞ ജൂണിൽ നടന്ന 2025 നടന്ന ആക്രമണത്തിൽ തന്നെ അതിൻ്റെ ശേഷിയെ വളരെയധികം ഇല്ലാതാക്കിയിട്ടുണ്ട്. മറ്റൊന്ന് അതുകൂടി പറയാം ഈ ഇതിൽ തോന്നുന്നു. മറ്റൊന്ന്, ഇപ്പോൾ ഗൾഫ് രാജ്യങ്ങൾക്ക് വാസ്തവത്തിൽ ഇസ്രയേലിനോട് പ്രശ്നങ്ങളൊന്നുമില്ല. പുതിയൊരു സാഹചര്യം രൂപപ്പെട്ട് കഴിഞ്ഞു. ഓൾറെഡി അമേരിക്കയുടെ മുൻകൈയിൽ പുതിയൊരു സാഹചര്യം അവിടെ രൂപപ്പെട്ട് കഴിഞ്ഞു. അതാണ് ഇപ്പോൾ ഇസ്രയേൽ, ഇന്ത്യ, മിഡിൽ ഈസ്റ്റ്, യൂറോപ്യൻ ഒരു കോറിഡോർ, ഇസ്രായേലിലെ ഹൈഫ തുറമുഖം വെച്ച് കണക്ട് ചെയ്ത് ഇന്ത്യ, ഇസ്രായേൽ, മിഡിൽ ഈസ്റ്റ്, യൂറോപ്യൻ കോറിഡോർ, തുറമുഖങ്ങളെ കണക്ട് ചെയ്തുകൊണ്ടൊരു കോറിഡോറിനുള്ള ശ്രമങ്ങൾ തുടങ്ങുക. അത് ചൈനയുടെ ബെൽറ്റ് റോഡ് ഇനീഷ്യേറ്റീവിൻ്റെ ബദലായിട്ട് കൂടിയാണ് ഇത് രൂപപ്പെടുത്തുന്നത്. ഇത് അമേരിക്ക കൂടി താല്പര്യത്തിലാണ്. പിന്നെ I2U2 എന്ന് പറഞ്ഞിട്ട് ഇന്ത്യ, ഇസ്രായേൽ, UAE ആൻഡ് US ഇതിൻ്റെ ഒരു സഖ്യം രൂപപ്പെടുന്നു. അതുപോലെ തന്നെ ഇപ്പോൾ അബ്രഹാം അക്കോർഡ്സ്, ക്യാമ്പ് ഡേവിഡിന് ശേഷം ഒരുപക്ഷെ ഗൾഫ് രാജ്യങ്ങളുമായിട്ട് ഇസ്രായേലിനെ കൂടുതൽ അടുപ്പിക്കുകയും ഇസ്രായേലിൻ്റെ അവിടെ ഇസ്രായേലുമായിട്ടുള്ളൊരു തൊട്ടുകൂടായ്മയും ഡിപ്ലോമാറ്റിക് റിലേഷൻസ് ഇല്ലാതിരിക്കുകയും ചെയ്യുന്ന അവസ്ഥയെ അവസാനിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഈ അബ്രഹാം അക്കോർഡ്സ് വന്നതിന് ശേഷം UAE-യുമായിട്ട് ഗൾഫ് രാജ്യങ്ങളിലെ ഇപ്പോൾ ഈ അറബ് രാജ്യങ്ങളുടെ 20-25%, 24% ആയുധ ഇറക്കുമതി ഇസ്രയേലിൽ നിന്നാണ്. അപ്പോൾ അവർക്ക് വലിയ തർക്കങ്ങളൊന്നുമില്ല ഈ കാര്യത്തിൽ. UAE ഒക്കെ ഏതാണ്ട് അടുത്ത 5 കൊല്ലത്തിനുള്ളിൽ 10 ബില്യൺ ആകണം അവരുടെ ട്രേഡ് വോള്യം എന്നുള്ളതാണ് അവർ തമ്മിലുള്ള പുതിയ വ്യാപാര കരാറ് തന്നെ പറയുന്നത്. വാസ്തവത്തിൽ ഇറാന് ഐഡിയോളജിക്കലി ഓർ ജോഗ്രഫിക്കലി അവിടെ സുഹൃത്തുക്കളില്ല. അതുകൊണ്ട് തന്നെ ഇറാന്റെ സൈനിക ശേഷി കൊണ്ട് ഇറാൻ എത്ര ദിവസം പിടിച്ചു നിൽക്കാൻ കഴിയും എന്നുള്ളത് ഇനവേ അതൊരു ചോദ്യമാണ്. അത് അത്രയൊന്നും പിടിച്ചു നിൽക്കാൻ കഴിയില്ല. അതിനു മുമ്പ് സാമാന്യമായിട്ട് ഒരു യുദ്ധത്തിലേക്ക് അത്രയൊന്നും തയ്യാറല്ലാത്ത അറബ് രാജ്യങ്ങൾ, ഇപ്പോൾ കുവൈറ്റിനെ പോലെയോ ഖത്തറിനെ പോലെയോ കംപ്ലീറ്റ്ലി അമേരിക്കയുടെ സപ്പോർട്ടിൽ മാത്രം ജീവിക്കാൻ കഴിയുന്ന യുദ്ധം വന്നാൽ ഉള്ള രാജ്യങ്ങളെ ഭയപ്പെടുത്തിക്കൊണ്ട് ഇറാനെ എത്രത്തോളം പിടിച്ചു നിൽക്കാൻ കഴിയുമെന്നുള്ളൂ. സോ ഇതിലെ പ്രശ്നം എന്ന് പറയുന്നത് ഈ യുദ്ധം എങ്ങോട്ട് കൊണ്ടുപോകണം എന്നുള്ളതിൽ ട്രംപിന് എന്താണ് ഉദ്ദേശം എന്നുള്ളതിനെക്കുറിച്ച് അവരിപ്പോഴും കൃത്യമല്ല. റെജീം ചേഞ്ച് ആണ് ഉദ്ദേശമെങ്കിൽ അത് കുറച്ചുകൂടി സങ്കീർണമായ ഒരു പ്രക്രിയ കൂടിയായിരിക്കും. ഈ പറഞ്ഞ പോലെ അമേരിക്കയ്ക്ക് വളരെ നീണ്ട കാലത്തൊരു അധിനിവേശ ചരിത്രമുള്ള രാജ്യമാണ് അമേരിക്ക. സമീപകാലത്താണെങ്കിൽ അഫ്ഗാനിസ്ഥാൻ, ഇറാഖ്, ലിബിയ, ഗ്രീൻലാൻഡിലേക്ക് നടന്നുള്ള അധിനിവേശ ശ്രമങ്ങൾ, ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഇറാൻ, അങ്ങനെയുള്ള വളരെ ദീർഘകാലത്തൊരു അധിനിവേശ ചരിത്രം. ഇപ്പോൾ നമ്മളിപ്പോൾ സാധാരണ ശീത സമരകാലത്തിന് ശേഷം ആ 2 ധ്രുവങ്ങളിലായിട്ട് നീണ്ടു നിന്നിരുന്ന ലോകക്രമത്തിൽ മാറ്റം വരികയും പിന്നെ ഗ്ലോബലൈസേഷനോട് കൂടിയിട്ട് ആയുധങ്ങൾ ഉപയോഗിച്ചുള്ള യുദ്ധം അപ്രസക്തമായെന്നും പുത്തൻ മൂലധനം, സാമ്പത്തികമായിട്ടുള്ള അധിനിവേശങ്ങളാണ് നടക്കുന്നതെന്നൊക്കെ സാധാരണ വിലയിരുത്തപ്പെടാറുണ്ട്. പക്ഷേ ഈ 2 കാര്യങ്ങളായാലും, ഇപ്പോൾ സാമ്പത്തിക മൂലധനം ഉപയോഗിച്ചുകൊണ്ടുള്ള യുദ്ധമായാലും അധിനിവേശങ്ങളായാലും ആയുധങ്ങൾ ഉപയോഗിച്ചിട്ടുള്ള നേരിട്ടുള്ള യുദ്ധങ്ങളായാലും, ഈ 2 കാര്യങ്ങൾ അമേരിക്കയ്ക്ക് എങ്ങനെയാണ് ഒരു അധിനിവേശ ശക്തിയായിട്ട് ഈ കാലങ്ങളൊക്കെ നിലനിൽക്കാൻ സാധിക്കുന്നത്? അമേരിക്ക ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് ഒരു പാർലമെൻ്ററി ഇൻഡസ്ട്രിയൽ മിലിറ്ററി കോംപ്ലക്സ് ആണ്. അവരിപ്പോൾ മീഡിയയും ചേർത്ത് പറയുന്നുണ്ട്. ഈ മിലിറ്ററി കോംപ്ലക്സിൻ്റെ സഹായമില്ല. അത് മിൽട്ടൺ ഫ്രീഡ്മാൻ്റെ ഈ നിയോ ലിബറൽ നയങ്ങളുടെ ഒരു പ്രധാനപ്പെട്ട നമ്മുടെ കാലത്ത് വിജ്ഞാതാവായിട്ട് നമ്മൾ മനസ്സിലാക്കുന്ന മിൽട്ടൺ ഫ്രീഡ്മാൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഒരു വ്യവസ്ഥ എന്ന നിലക്ക് മുതലാളിത്തം അപരിഹാര്യമായ ക്രൈസിസിലാണ്. മിൽട്ടൺ ഫ്രീഡ്മാൻ 70കളുടെ ക്രൈസിസിനെയാണ് വിശകലനം ചെയ്തത്. നമ്മളിന്ന് 2008 ശേഷമുള്ള ക്രൈസിസിനെ വിശകലനം ചെയ്തുകൊണ്ട് തോമസ് പിക്കറ്റിയെ പോലുള്ള ആളുകളൊക്കെ തന്നെ ഇത് സോഷ്യലിസത്തിൻ്റെ കാലമാണ് എന്ന് പറഞ്ഞുകൊണ്ട് പുസ്തകം വരെ എഴുതുന്ന ഒരു ഘട്ടമാണിത്. അപ്പോൾ ഈ സാമ്പ്രായത്വത്തെ സംബന്ധിച്ചിടത്തോളം ഒരു മൂലധന വ്യവസ്ഥ എന്ന നിലക്ക് അത് വലിയ പ്രതിസന്ധി നേരിടുകയാണ്. ആ പ്രതിസന്ധിയിൽ ഏറ്റവും പ്രധാനം അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം സയൻസിൻ്റെയും ടെക്നോളജിയുടെ സഹായത്തോടു കൂടി
അത് ഉൽപ്പാദനക്ഷമതയായിട്ടുണ്ട് ആ വ്യവസ്ഥ. ഏത് ചരക്കും എത്രയും വേണമെങ്കിൽ ഉണ്ടാക്കാം. പക്ഷേ ആ ചരക്ക് പണമാക്കുന്ന പ്രശ്നം, വിപണി കണ്ടെത്തുന്ന പ്രശ്നം, എക്കണോമിക്സിൽ നമ്മൾ റിയലൈസേഷൻ പ്രോബ്ലം എന്ന് പറയുമ്പോൾ, അത് മുതലാളിത്തത്തെ വലിയ പ്രതിസന്ധി ഇരിക്കുന്നത് 2008 പ്രതിസന്ധി തന്നെ. വില്ലകൾ ഉണ്ടാക്കി വിൽക്കാൻ കഴിയാതെ പോയ പ്രതിസന്ധിയിൽ നിന്നാണ്. ആ വില്ലകൾ ഉണ്ടാക്കാൻ ആവശ്യമായ നിക്ഷേപം അവർ ബാങ്ക് വായ്പയായിട്ടാണ് സ്വീകരിച്ച്. അപ്പോൾ അമേരിക്കയിലെ ബാങ്കുകളൊക്കെ തകരുന്നത്, അതുമായി ഇൻറ്റഗ്രേറ്റ് ചെയ്യിക്കുന്ന ലോക ധനകാര്യ ഘടന തന്നെ തകരുന്നത്, അത് ഇന്നത്തെ രീതിയിലുള്ള പ്രതിസന്ധിയായിട്ട് ഇതാ ഓരോ വർഷം കഴിയുന്തോറും എന്താണ് മുതലാളിത്ത പണ്ഡിതന്മാരൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഇതാ പരിഹരിക്കുന്നു, വളർച്ചാ നിരക്ക് കൂടുന്നതാണ്. അപ്പോൾ കോവിഡിൻ്റെ ഒരു പ്രതിസന്ധി കഴിഞ്ഞപ്പോൾ പറഞ്ഞു ഇനി വേഗത്തിൽ വീണ്ടെടുപ്പുണ്ടാകും. വീണ്ടെടുപ്പുണ്ടായോ? എത്ര പരിതാപകരമായ ഒരു പതനഗതിയിലാണ് മുതലാളിത്തം. അപ്പോൾ മുതലാളിത്തത്തെ സംബന്ധിച്ചിടത്തോളം മിൽട്ടൺ ഫ്രീഡ്മാൻ സമാധാനപ്പെട്ടതുപോലെ എന്താണ് അതിൻ്റെ അവസാനത്തെ ആയുധം എന്താണ്? മിലിറ്ററിയാണ്, പെൻറ്റഗണാണ്. അപ്പോൾ അമേരിക്ക അതിൻ്റെ സാമ്പത്തിക ഒരു സ്റ്റേറ്റ് എന്നുള്ളതിലൊക്കെ അമേരിക്കൻ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ സാമ്പത്തിക പ്രവർത്തനങ്ങൾ പ്രധാനമായിട്ടും നിൽക്കുന്നത് എവിടെയാണ്? അത് കമ്പ്യൂട്ടറും കാറും ഉണ്ടാക്കുന്നിടത്തിലല്ല, യുദ്ധായുധങ്ങൾ, യുദ്ധോപകരണങ്ങൾ ഉണ്ടാക്കുന്നിടത്താണ്. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വരുമാന മാർഗ്ഗം എന്താണ്? യുദ്ധോപകരണങ്ങളും യുദ്ധായുധങ്ങളും വിൽക്കുകയാണ്. ഇപ്പോൾ ഉക്രൈൻ യുദ്ധത്തെക്കുറിച്ചും ഗസയിലെ തുടരുന്ന യുദ്ധത്തെക്കുറിച്ചുമൊക്കെയുള്ള പഠനങ്ങൾ പുറത്തു വന്നിട്ടുണ്ടല്ലോ. ഈ പഠനങ്ങളിൽ എന്താണ് കാണിക്കുന്നത്? അമേരിക്ക ഇഷ്ടം പോലെ എന്താണ് ഇസ്രയേലിനും ഈ ഉക്രൈനിലെ സെസൻസ്കി ഭരണകൂടത്തിനും ആയുധം വിറ്റുകൊണ്ടിരിക്കുകയാണ്, ആയുധം ഇറക്കുമതി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ യുദ്ധം, വാർ ഈസ് പ്രോസ്പെരിറ്റി എന്ന് പറയുന്ന സാമ്പ്രായത്വത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യയശാസ്ത്രത്തെ ആന്തരവൽക്കരിച്ച് അതിന് അനുസൃതമായ രീതിയിലുള്ള ഒരു ഇൻ്റർനാഷണൽ നയം രൂപീകരിച്ചിട്ടുള്ള രാജ്യമാണ്. അമേരിക്കയുടെ വിദേശ നയത്തിൻ്റെ അടിസ്ഥാനം തന്നെ എന്താണ്? മറ്റ് രാജ്യങ്ങളെ കീഴ്പ്പെടുത്തുക, മറ്റ് രാജ്യങ്ങളുടെ ഭൂമിക്കടിയിലെ വിഭവങ്ങളാകെ കവർന്നെടുക്കുക, അതിൻ്റെ സമ്പത്തുൽപാദന വ്യവസ്ഥയാകെ തങ്ങളുടെ വരുതിയിലേക്ക് കൊണ്ടുവരിക. ഇത് തന്നെയാണ് നമ്മൾ കാണുന്നത്. ഇപ്പോൾ ഇറാൻ്റെ ഒരു സവിശേഷ പ്രശ്നത്തിലേക്ക് പോയാൽ ഇവിടെ പ്രമോദ് സൂചിപ്പിച്ചതുപോലെ 1940കളുടെ അവസാനത്തോടുകൂടി നിർഗോളനീകരണം വഴി ബ്രിട്ടീഷ് കൊളോണിയലിസം അവസാനിച്ച ഒരു രാജ്യമാണ് ഈ ഇറാൻ. അപ്പോൾ ഇറാനിൽ ബ്രിട്ടീഷുകാർ ഭരിക്കുമ്പോൾ എന്താണ്? ഇറാനിലെ വിശാലമായ പ്രവിശ്യകൾ, അത് വളരെ വിസ്തൃതമായ ഒരു ഭൂപ്രദേശമാണല്ലോ. ആ ഭൂപ്രദേശത്തിൻ്റെ പല ഭാഗങ്ങളും എന്താണ് 1917 റഷ്യയുടെ റമനോവ് രാജവംശത്തിൻ്റെ അവിടുത്തെ റഷ്യൻ ഭരണാധികാരികളുടെ കീഴിലായിരുന്നു ആ പ്രദേശങ്ങൾ മുഴുവൻ തന്നെ. അവിടെ ഉണ്ടായിരുന്ന എല്ലാ പുരോഗമനപരമായ ഉണർവുകളെയും ആശയങ്ങളെയൊക്കെ തകർക്കുന്നതിൽ റമനോവ് രാജവംശം വലിയ സഹായം ഈ ഇവിടുത്തെ പിന്തിരിപ്പന്മാർക്ക്. ഇപ്പോൾ ഈ ഇറാനിലെ ഫ്യൂഡൽ പ്രഭുക്കന്മാർ എന്ന് പറഞ്ഞാൽ ഈ പഹലവി രാജകുടുംബം പ്രതിനിധീകരിക്കുന്ന അവിടുത്തെ ഫ്യൂഡൽ അധികാര വ്യവസ്ഥയാണ്, ഫ്യൂഡൽ പ്രഭുക്കന്മാരെയാണ്. അപ്പോൾ ഈ ഫ്യൂഡൽ പ്രഭുക്കന്മാർ എല്ലാ കാലത്തും എന്താണ് ഈ അവിടെ ഉണർന്നു വരുന്ന കൊളോണിയൽ വിരുദ്ധമായ, ഫ്യൂഡൽ വിരുദ്ധമായ എല്ലാ ഉണർവുകളെയും അടിച്ചമർത്തിയിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ഒരു വലിയ ലോകമാകെ എന്താണ് രണ്ടാം ലോക മഹായുദ്ധത്തോടു കൂടി ഒരു പുതിയ നിർഗോളനീകരണത്തിൻ്റെയൊക്കെ ഒരു ഘട്ടത്തിലേക്ക് പ്രവേശിച്ചു. അവിടെ അതിനുശേഷം നടന്ന ആദ്യ തെരഞ്ഞെടുപ്പിൽ തന്നെ അവിടെ അധികാരത്തിൽ വരുന്നത് രാജ അധികാരത്തെ ഇല്ലാതായിക്കൊണ്ട് അധികാരത്തിൽ വരുന്നത്, രാജാധികാരം അവിടെ പേരുണ്ടായിരുന്നു, ബ്രിട്ടനെ പോലെയൊക്കെയുള്ളൊരു സംവിധാനമാണ്. ഈ ഷാ ഭരണകൂട വ്യവസ്ഥ അവിടെ നിലനിന്നിരുന്നു. ഒരു ഡോക്ടർ മൊസാദിക്കിൻ്റെ ഗവൺമെൻറ്റാണ്. ഡോക്ടർ മൊസാദിക്കിനെ പിന്തുണച്ചതാരാണ്? കമ്മ്യൂണിസ്റ്റുകാരാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡോക്ടർ മൊസാദിക്ക് ആദ്യം തന്നെ സ്വീകരിച്ചത് ആംഗ്ലോ ഇറാനിയൻ ഓയിൽ കമ്പനിയെ നാഷണലൈസ് ചെയ്യുക. അതേപോലെ തന്നെ എന്താണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കൂടി ആവശ്യമായിരുന്നു ഭൂപരിഷ്കരണം നടപ്പാക്കുക എന്നുള്ളത്. ഈ രണ്ട് നടപടികളെയും സാമ്പ്രായത്വത്തെയും അവിടുത്തെ രാജവംശത്തെ പിന്തുണക്കുന്ന പ്രഭുക്കന്മാരെയും വലിയ രീതിയിൽ പ്രകോപിപ്പിച്ചു. അപ്പോൾ ബ്രിട്ടീഷുകാർ അന്ന് ലോകത്തിൻ്റെ ആധിപത്യത്തിലേക്ക് ഉയർന്നു വരുന്ന അമേരിക്കയെ സമീപിച്ചു. ബ്രിട്ടീഷ് ഈ ഇറാനിയൻ ഓയിൽ കമ്പനിയുടെ, ആംഗ്ലോ ഇറാനിയൻ ഓയിൽ കമ്പനിയുടെ പ്രതിനിധികൾ തന്നെ അന്ന് അമേരിക്കൻ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും CIA ഉന്നതരായ ഉദ്യോഗസ്ഥരെ കണ്ടു. അവർ ഒരു ഉദ്യോഗസ്ഥനെ ഈ മിഡിൽ ഈസ്റ്റിൽ തങ്ങൾക്കെതിരായി വളർന്നു വരുന്ന ഈ ദേശാൽക്കരണവും ഭൂപരിഷ്കരണവും ഒക്കെ നടപ്പാക്കുന്ന ഈ ഗവൺമെൻറ്റിനെ അവരന്ന് കണ്ടിരുന്നത് ഇത് സോവിയറ്റ് യൂണിയൻ്റെ ഭാഗമായി നിൽക്കുന്ന ഒരു ഗവൺമെൻറ് ആയിരിക്കും എന്നാണ്. അതിനെ തകർക്കാനുള്ളൊരു പദ്ധതി തയ്യാറാക്കി. മില്യൺ കണക്കിന് ഡോളറുകളാണ്. ഇപ്പം നമ്മൾ അഫ്ഗാനിസ്ഥാനിൽ 60,000 കോടി ഡോളർ എന്നൊക്കെ പറയുന്നതിനേക്കാൾ എത്രയോ ഡോളറുകൾ 1953 തന്നെ CIA എന്ത് ചെയ്തിട്ടുണ്ട്? അവിടുത്തെ ഡോക്ടർ മൊസാദിക്കിൻ്റെ ഗവൺമെൻറ് അട്ടിമറിക്കാൻ വേണ്ടി വലിയ കലാപമാണ് അവിടെ ഉണ്ടാക്കിയത്. ആ കലാപങ്ങളിൽ ലക്ഷക്കണക്കിന് മനുഷ്യരാണ്. ഇപ്പോൾ ഈ അവിടുത്തെ ഈ ടൂഡേ പാർട്ടി ഉണ്ടല്ലോ, കമ്മ്യൂണിസ്റ്റ് പാർട്ടി, അതിൻ്റെ ലക്ഷക്കണക്കിന് അനുയായികളും അണികളും എന്താണ് അന്ന് കൊല്ലപ്പെട്ടിട്ടുണ്ട്. മൊസാദിക്കിന് എന്താണ് ജീവിതം മുഴുവൻ
ആ നേതാവിനെ, അതും 40കളിൽ സോവിയറ്റ് യൂണിയനും പുതുതായി സ്വാതന്ത്ര്യം പ്രാപിച്ച രാജ്യങ്ങൾ, നമ്മൾ ചർച്ച ചെയ്യുന്ന ചേരിചേര സ്വതന്ത്ര വിദേശ നയത്തിൽ അധിഷ്ഠിതമായ രാജ്യങ്ങൾ, ഇതൊക്കെ തന്നെ ലോകത്തിൽ ഉദയം ചെയ്യുന്ന ഒരു കാലത്ത് തന്നെയാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സാമ്പ്രായത്വത്തിനും കൊളോണിസത്തിനൊക്കെ എതിരായിട്ട് ലോകത്തിൻ്റെ ഏറ്റവും യൗവനയുക്തമായ ഒരു കാലഘട്ടത്തിലാണ് എന്ത് ചെയ്യുന്നത്, ഡോക്ടർ മൊസാദിക്ക് തടങ്കലടക്കപ്പെടുന്നത്, ഷാ ഭരണകൂടം വരുന്നത്. ആ ഷാ ഭരണകൂടത്തിന് കീഴിൽ എന്താണ്, ഇതൊരു അമേരിക്കയുടെയും സാമ്പ്രായത്വത്തിൻ്റെയും പാശ്ചാത്യ സാമ്പ്രായത്വത്തിൻ്റെയും ഒരു കോളനി പോലെയായിരുന്നു അവിടെ. അതിനെതിരായിട്ട് വലിയ രീതിയിലുള്ള ഒരു ഉയർത്തെഴുന്നേൽപ്പാണ് 79 ഇസ്ലാമിക വിപ്ലവം. ആ വിപ്ലവം സാമ്പ്രായത്വ വിരുദ്ധമാകുമ്പം തന്നെ ഇവിടെ നമ്മളൊക്കെ ചർച്ച ചെയ്യുന്നത് പോലും നമ്മൾ ഖേദപൂർവ്വം കാണുന്നത് പോലെ എന്താണ്, അത് ഇസ്ലാമികമായ യാഥാസ്ഥിക ആദർശങ്ങളുടെ ഒരു പുനരുത്ഥാനം കൂടിയായിരുന്നു അവിടുത്തെ. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവിടെ ഈ ഖൊമേനിയുടെ ഭരണം വരുന്നത്. ഖൊമേനിയുടെ അധികാരം വന്നപ്പോൾ ഈ കോളനി വിരുദ്ധ സാമ്പ്രായത്തിനെതിരായിട്ടൊക്കെയുള്ള വലിയ ഉയർത്തെഴുന്നേൽപ്പ് എന്നുള്ളതൊക്കെ എന്താണ്, നമ്മുടെ ഉത്തരാധുനിക ബുദ്ധിജീവികൾ വരെ അതിനെ ആദർശവൽക്കരിക്കുന്നു. ഫൂക്കോ ഈ ഖൊമേനിയെ അഭിമുഖം നടത്തുന്നുണ്ട്. അപ്പോൾ ലോകത്തതെന്താണ്, ഒരു നവരാഷ്ട്രീയത്തിൻ്റെയും നവ ഉണർവിൻ്റെയും ഒക്കെ. അന്ന് ഞാനൊക്കെ ML പാർട്ടിയിൽ പ്രവർത്തിക്കുന്ന കാലത്താണ്. അപ്പോൾ ML പാർട്ടിയുടെ യോഗങ്ങളിൽ ഈ ഇറാനിയൻ വിപ്ലവത്തിൻ്റെ ഒരു സാധ്യതയെ നമ്മൾ ഗ്രഹിക്കണമെന്ന് പറഞ്ഞിട്ട് ഈ മുരളി കണ്ണമ്പിള്ളിയും കെ വേണുവും ഒക്കെ ഞങ്ങൾക്ക് ക്ലാസ് എടുക്കുന്ന അവസ്ഥയുണ്ടായിരുന്നു. നിങ്ങൾ വേറെ ആൾക്കും ക്ലാസ് എടുത്തു? അല്ല, ഞങ്ങൾ ക്ലാസ് എടുക്കുന്നത് അല്ല, അത് ആ ഒരു പാർട്ടി ഘടനയാണല്ലോ. നമ്മൾക്ക് ക്ലാസ് എടുക്കുന്ന അവസ്ഥയുണ്ടായിരുന്നു. പക്ഷേ അതിനകത്ത് എന്താണ്, ഈ അത് അന്ന് ഇറാൻ ഇന്നത്തെ പോലെയല്ല. സാർവദേശീയ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം കുറെ കൂടി എന്താണ്, സാഹോദര്യ ബന്ധം ഉള്ള ആളുകളാണ്. അപ്പോൾ ഇറാനിലെ ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ കൊല്ലപ്പെടുന്നു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കോഴിക്കോട്ടെ ഒരു കമ്മ്യൂണിസ്റ്റുകാരനും പ്രശ്നമുണ്ടാകുന്ന ഒരു കാലമാണ്. ഇപ്പോൾ ടുഡേ പാർട്ടിയെ കുറിച്ച് നമുക്കാർക്കും അറിയില്ല. കാരണം എന്താണ്, ലോകത്താകെ എന്താണ് ഒരു ഈ കിഴക്കിൻ്റെ കാറ്റ് പടിഞ്ഞാറിൻ്റെ ഈ മുതലാളിത്ത കാറ്റിനെ കീഴടക്കുമോ എന്ന് സംശയിപ്പിക്കുന്ന ഒരു കാലത്താണ് ഇതൊക്കെ നടക്കുന്നത്. അപ്പോൾ 79 വരെ അവിടെ നിലനിന്നിരുന്ന ഈ അമേരിക്കയുടെ ഒരു കോളനി ഭരണം തന്നെയായിരുന്നു ഷാ ഭരണകൂടത്തിൻ്റെ ഭരണം എന്ന് പറയുന്നത്. അതിൽ നിന്നൊരു മാറ്റം ഈ ഇസ്ലാമിക് റിപ്പബ്ലിക് വരുന്നത് വഴി അവിടെ ഉണ്ടായി. അമേരിക്ക എല്ലാ രംഗത്തും അവർ തീർത്തു. അതിൽ വളരെ പ്രധാനമാണ്, ഇറാനിലെ ഒരു ഓയിൽ കമ്പനികൾ പോലും അമേരിക്കക്കാർക്ക് കൊടുക്കരുത് എന്ന നിലപാടെടുത്തു. അപ്പോൾ അത് അഹമ്മദ് നജാദിൻ്റെയൊക്കെ കാലാകുമ്പോഴേക്കും അവർ ചൈനയായിട്ട് നേരിട്ട് കോണ്ടാക്ട് ചെയ്യാൻ തുടങ്ങി. അമേരിക്ക ഇസ്രയേലിനെയും പ്രകോപിപ്പിക്കുന്നതാണ്. ഇവിടെ ബെൽട്ടൺ റോഡൊക്കെ പറഞ്ഞല്ലോ, ഇറാൻ ഉൾപ്പെടെയുള്ള 150ഓളം രാജ്യങ്ങൾ, പ്രത്യേകിച്ച് ഈ മെഡിറ്ററേനിയൻ മേഖലയിലെ മധ്യ പൂർവ്വദേശത്തെ ഈ രാജ്യങ്ങളെല്ലാം എന്താണ്, ഇപ്പോൾ ഈ ബെൽട്ടൺ റോഡിൽ പങ്കാളികളാണ്. അപ്പം ചൈനയാണെങ്കിൽ എന്താണ്, ലോകത്തെ അല്ലെങ്കിൽ സാമ്രാജ്യത്വത്തെ വെല്ലുവിളിക്കുന്നത് സായുധ സമരത്തിലൂടെയല്ല, മിലിറ്ററി അറ്റാക്കിലൂടെയല്ല. അവരെന്താണ്, സമാധാനപരമായ സാമ്പത്തിക വളർച്ചയിലൂടെ ഇന്നത്തെ മുതലാളിത്തത്തെ എങ്ങനെ കീഴടക്കാൻ കഴിയും എന്നാണ് അവർ നോക്കുന്നത്. പ്രമോദിന് വ്യത്യസ്തമായ അഭിപ്രായം. പക്ഷേ ആ രംഗത്ത് അവർ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കിയിരിക്കുകയാണ്. പല രാജ്യങ്ങളുമായിട്ട് അവർക്ക് കോർഡിനേഷൻ ഉണ്ടാക്കി. അതിൻ്റെ ഭാഗമായിട്ട് ചൈനയുടെ പൊതുമേഖലാ കമ്പനികളാണ് ഇറാനിലെ പുതിയ ഓയിൽ പ്ലാന്റുകളും പുതിയ ഗ്യാസ് പ്ലാന്റുകളും ഒക്കെ നിർമ്മിക്കുന്നത്. ഇത് അമേരിക്കക്ക് സഹിക്കാവുന്ന കാര്യമല്ല. അതുകൊണ്ട് തന്നെ ചരിത്രപരമായി ഈ മഹാ ഇസ്രയേലിൻ്റെ ആശയങ്ങൾ താലോലിച്ച് കഴിയുന്ന സയനിസ്റ്റ് ഭ്രാന്തരാഷ്ട്രമായിരിക്കുന്ന ഇസ്രയേലിനെ അതിനുവേണ്ടി എന്താണ്, ഈ കുട്ടിക്കുരങ്ങനെ കൊണ്ട് ചുടിചോറ് മന്ദിക്കാൻ പറയുന്നില്ലേ, ഇസ്രയേലിനെ ഇളക്കി വിട്ടിരിക്കുകയാണ്. ഇന്ന് നമുക്കെല്ലാവർക്കും അറിയാം, ഈ ഡോക്ടർ മൊസാദിക്കിൻ്റെ കാലം മുതൽ ആ ഇടവേളയുള്ള ഷാ ഭരണകൂടത്തിൻ്റെ കാലം ഒഴിച്ചാൽ ഇറാൻ എല്ലാ കാലത്തും എന്താണ്, ശക്തമായി ഇറാനും സിറിയയും ഈ ലിബിയ, ലെബനൻ പോലുള്ള രാജ്യങ്ങൾ, യമനിലെ ഒരു വിഭാഗം, യമനിലെ ഒരു പ്രദേശം മുഴുവൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരിച്ചിരുന്ന ആ കാലം എന്ന് പറയുന്നത്. ആ മേഖല മുഴുവൻ എന്താണ്, പലസ്തീൻ പ്രശ്നത്തിൽ തത്വാധിഷ്ഠിത നിലപാട് സ്വീകരിച്ചാണ്. പലസ്തീൻ മണ്ണ് അപഹരിച്ചുണ്ടാക്കിയ ഇസ്രയേലിനെ അംഗീകരിക്കാൻ പറ്റില്ലെന്ന നിലപാട് സ്വീകരിച്ചാണ്. ഈജിപ്തിലെ നാസർക്ക് 50കളിലെ ഈ അറബ് യുദ്ധകാലത്ത് പലസ്തീൻ ഇസ്രയേൽ ഉണ്ടാക്കുന്നതിനെ അംഗീകരിക്കാൻ പറ്റില്ല, പലസ്തീൻ മണ്ണ് വിട്ടുതരണമെന്ന് പറഞ്ഞ് നാസർ ആരംഭിച്ച യുദ്ധത്തിൽ ഭൂരിപക്ഷം അറബ് രാജ്യങ്ങളെതിരായിരുന്നു. ഇതൊരു പുതിയ പ്രശ്നമല്ല, ഈ അറബ് രാജ്യങ്ങളുടെ, കാരണം അറബ് രാജ്യങ്ങളുടെ ഇന്നത്തെ ഭരണ അധികാരികളെന്ന് പറയുന്ന ആരാണ്, പഴയ ഈ രാജഭരണത്തിൻ്റെയൊക്കെ ശവക്കൂനകളിൽ നിന്ന് ഈ പെട്രോൾ ഡോളർ കൊണ്ടുപോയിട്ട് പൊക്കിക്കൊണ്ടുവന്നതാണ്, അമേരിക്ക പൊക്കിക്കൊണ്ടുവന്നതാണ്. അറങ്കോ പോലുള്ള കമ്പനികളാണ്. ഇപ്പോൾ നമ്മൾ സൗദി റിയാദ് പോയാൽ അറങ്കോവിൻ്റെ വലിയ മ്യൂസിയമൊക്കെ കാണും. അത് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ വിശ്വസിക്കുക എന്താണ്, ഇത്രയധികം മനുഷ്യ സംസ്കാരത്തിൻ്റെ ഈ ആദ്യ ജ്ഞാന സംഭാവന ചെയ്ത ഒരു സമൂഹത്തെ, ഒരു രാജ്യത്തെ ഉണ്ടാക്കിയത് അമേരിക്കക്കാരാണ്. അറങ്കോ കമ്പനിയാണെന്ന് തോന്നുന്നു. അതൊരു ഡിജിറ്റൽ മ്യൂസിയമാണ്. അത് കണ്ടാൽ നമ്മൾ ഈ സൗദി അറേബ്യ ഉണ്ടാക്കിയത്, സൗദി അറേബ്യയുടെ സർവ്വസമ്പത്ത് ഉണ്ടാക്കിയത്, സൗദി അറേബ്യയിലെ എല്ലാ നഗരങ്ങളും ഉണ്ടാക്കിയത് ആരാണെന്നാണ്, അമേരിക്കക്കാരാണെന്ന് തോന്നും. അപ്പം ഈ സാമ്രാജ്യത്വത്തിൻ്റെ
ഈ മധ്യപൂർവ്വദേശത്ത്, പ്രത്യേകിച്ച് പശ്ചിമേഷ്യക്കകത്ത് അവരുടെ ഒരു താവളം എന്ന നിലക്ക് ഈ ഇസ്രയേൽ രാഷ്ട്രമുണ്ടാക്കിയതിനെതിരായിട്ട് ഒരു വിട്ടുവീഴ്ചയില്ലാതെ ഇക്കാലം അത്രയും നിലപാട് സ്വീകരിച്ചൊരു രാജ്യമാണ്. അപ്പോൾ ഇറാനെ തകർക്കുക എന്നുള്ളത്, പ്രത്യേകിച്ച് ഇപ്പോൾ ഈ മേഖലയിലെ വാണിജ്യപാതകളൊക്കെ വളരെ സുപ്രധാനമാണ്. ആ പാതകൾക്ക് മുകളിൽ തങ്ങൾക്ക് സമ്പൂർണ്ണ ആധിപത്യം കിട്ടണം. പക്ഷേ ആ വാണിജ്യപാതകൾക്ക് ഇരുപുറവുള്ള രാജ്യങ്ങളെ മുഴുവൻ എന്താണ് ബെൽറ്റ് ആൻഡ് റോഡിലേക്ക് വിലയിപ്പിക്കാൻ ചൈനയ്ക്ക് അവരുടെ സമാധാനപരമായ വ്യാപാര ഇടപെടലിലൂടെ കഴിഞ്ഞിരിക്കുന്നു. അത് കഴിഞ്ഞിരിക്കുന്ന ഒരു സന്ദർഭം നമ്മൾ ഓർക്കണം. ലോക വ്യാപാര സംഘടന ഉൾപ്പെടെയുള്ള നിരവധി സാർവദേശീയ വ്യാപാര കരാറുകളും ഉടമ്പടികളും വഴി ലോകത്തിൻ്റെ വിപണിയെയും രാഷ്ട്രങ്ങളെയും ഒക്കെ അമേരിക്കയുടെ ഈ ഗ്ലോബലൈസേഷൻ്റെ ഭ്രമണപഥത്തിലേക്ക് ഉദ്ഗ്രഥിച്ചെടുക്കാനുള്ള വലിയ ആസൂത്രിതമായ പദ്ധതികളും കരാറുകളും ലോക നേതാക്കന്മാരുടെ, ഇപ്പോൾ WTO എന്നൊക്കെ പറഞ്ഞാൽ മന്ത്രിതല ഉച്ചകോടികളാണ്, ഒക്കെ ചേരുന്ന ഒരു കാലഘട്ടത്താണ് ചൈന വളരെ സമാധാനപരമായി ഈ ലോകരാജ്യങ്ങളെയെല്ലാം അമേരിക്കക്കെതിരായിട്ടുള്ള ഒരു വിപണി ഉന്മുഖമായ, ഒരു മാർക്കറ്റ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു സമ്പദ് വ്യവസ്ഥയാണ്, ഒരു വിപണി ഉന്മുഖമായ സമ്പദ്ഘടനയിലേക്ക് ഉദ്ഗതിച്ചിരിക്കുന്നത്. ഇത് പശ്ചിമേഷ്യക്കകത്ത് വലിയ വെല്ലുവിളി അമേരിക്കക്ക് ഉയർത്തുന്നുണ്ട്. ഇത് അതെ, ഇറാൻ ഇപ്പോൾ ചൈനയുടെ ഇപ്പോൾ അമേരിക്ക ഭയപ്പെടുന്നത് ചൈന വികസിപ്പിച്ചിരിക്കുന്ന ഹൈസ്പീഡ് മിസൈലുകൾ ഉൾപ്പെടെയുള്ള പുത്തൻ സാങ്കേതിക വിദ്യകളെല്ലാം ഇറാൻ വാങ്ങിക്കൂട്ടി വെച്ചിട്ടുണ്ടോ, ഇറാൻ അതൊക്കെ സ്വരൂപിച്ച് വെച്ചിട്ടുണ്ടോ? അതുകൊണ്ടൊരു യുദ്ധമുഖത്ത് പണ്ട് നമ്മൾ ഈ ചൈനയെക്കുറിച്ചൊക്കെ നമ്മളൊക്കെ പഠിക്കുമ്പം ഈ പെൻറ്റഗൺ വാർ കോളേജിൻ്റെ പഠനങ്ങളാണ് നമ്മളൊക്കെ ഇതിന് ആധാരമാക്കുക. അപ്പോൾ വാർ കോളേജ് പഠനങ്ങളിൽ ചൈനയൊക്കെ സീറോയാണ്, ഒരായുധവുമില്ല, ഒന്നുമില്ല. അവർക്ക് ആകെയുള്ളത് എന്താണ്? കരയിൽ നിന്ന് യുദ്ധം ചെയ്യാനുള്ള ത്യാഗികളായ ആത്മാർപ്പണമുള്ള റെഡ് വളണ്ടിയേഴ്സ് മാത്രമേ ഉള്ളൂ, റെഡ് സേന മാത്രമാണ്, അവർ റെഡ് ആർമി മാത്രമാണ്, അവർക്ക് ആയുധങ്ങളൊന്നുമില്ല. പക്ഷേ ഇന്ന് പെൻറ്റഗണിൻ്റെ ആയുധപ്പുരകളുണ്ടാക്കുന്ന ഏത് തരം യുദ്ധ ആയുധങ്ങളോടും യുദ്ധോപകരണങ്ങളോടും കോമ്പറ്റ് ചെയ്യാൻ കഴിയുന്ന ആയുധങ്ങൾ ചൈന ഉണ്ടാക്കിയിരിക്കുന്നു എന്ന കാര്യം എന്താണ് ഒരു നെഗറ്റീവ് ടീച്ചർ എന്ന നിലക്ക് നമ്മൾ കാണണമെന്ന് പെൻറ്റഗണിൻ്റെ വാർ കോളേജിലെ അധ്യാപകർ തന്നെ അവർ തന്നെ എഴുതുന്ന ലേഖനങ്ങളിൽ അവർ ഭയത്തോടു കൂടി പറയുകയാണ്. അപ്പോൾ ട്രംപിൻ്റെ ഭ്രാന്ത് കൊണ്ടൊന്നും ഇന്നത്തെ ലോകത്തെ എന്താണ് അങ്ങനെ കീഴടക്കി വെക്കാൻ കഴിയില്ല. തങ്ങൾ നേരിടുന്ന ആഭ്യന്തര പ്രതിസന്ധിയുടെ നീർച്ചുഴിയിൽപ്പെട്ട് എന്ത് ചെയ്യണമെന്നറിയാതെ ഭ്രാന്ത് കാണിക്കുകയാണ് അമേരിക്ക. അതിന് അവർക്കെന്താണ്, ഈ പശ്ചിമേഷ്യക്കകത്ത് ഒരു കുട്ടിക്കുരങ്ങനുണ്ട്, ഈ സയനിസ്റ്റ് ഭീകരരായിട്ടുള്ള ഇസ്രയേലുണ്ട്. ആ ഇസ്രയേലിനെ വെച്ച് അതിൻ്റെ അപകടം ഭീകരമായിരിക്കും. അപ്പോൾ ഈ ചർച്ചയിൽ നമ്മൾ അറിയാതെയാണെങ്കിലും ഈ കുവൈറ്റ് ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ, UAE ഉൾപ്പെടെയുള്ള അബുദാബി ഉൾപ്പെടെയുള്ള മേഖലകൾക്കെതിരെ ഇറാൻ ആക്രമണം നടത്തുമെന്ന് പറയുന്നുണ്ട്. ഇറാൻ രാജ്യങ്ങൾക്കെതിരായിട്ട് ഇതുവരെ എൻ്റെ അറിവിൽ ഇല്ല. അവരുടെ ബേസുകൾക്കാണ്. എങ്ങനെയാണ് ഈ ബേസുകൾ അവിടെ വന്ന് ബഹ്റൈനിൽ വന്നത്? എങ്ങനെയാണ് UAE വന്നത്? എങ്ങനെയാണ് ഖത്തറിൽ വന്നത്? അപ്പോൾ ഈ മേഖലയിലെ ഈ ഫോസിൽ ഇന്ധന സ്രോതസ്സുകൾ മറ്റാരും കൊണ്ടുപോകാതിരിക്കാൻ തങ്ങൾക്ക് ഈ മേഖലയിൽ നിന്ന് വരുന്ന ഭീഷണിയെ അവിടെ തന്നെ അമർച്ച ചെയ്യാനുള്ള സായുധ സംവിധാനങ്ങൾ നിലക്കാണ് ഇതുണ്ടാക്കിയത്. ഇതെല്ലാം ഇപ്പോൾ അമേരിക്ക എന്താണ്, ഇറാന് നേരെ തിരിച്ചു വെച്ചിരിക്കുകയാണ്. ഇത് മനസ്സിലായിക്കൊണ്ടാണ് ഇറാൻ്റെ ഒരു മിലിറ്ററി സ്ട്രാറ്റജിയിൽ അവരുടെ ബേസുകൾ ഇടിക്കുക എന്ന് പറഞ്ഞത്. അത് നരേന്ദ്രമോദി പറയുന്നത് പോലെ അത് UAEക്കെതിരായിട്ടോ കുവൈറ്റിനെതിരായിട്ടോ ഉള്ളില്ല. ഇവിടെ പ്രമോദ് ചൂണ്ടിക്കാണിച്ചൊരു കാര്യമുണ്ടല്ലോ, ഒമാൻ്റെ വിദേശകാര്യമന്ത്രി മിസ്റ്റർ ഉസൈദ് ബസൈൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹം കഴിഞ്ഞ കുറേ കാലമായിട്ട്, കഴിഞ്ഞ 12 ദിന യുദ്ധത്തിന് ശേഷം അയാളുടെ പ്രധാന പണി എന്താണ്? അയാളുടെ പ്രധാന പണി ഇറാനിലെ ആണവ നിലയങ്ങളിൽ യുറേനിയം സമ്പുഷ്ടീകരണം, ആണവായുധം ഉണ്ടാക്കാൻ പാകത്തിൽ വികസിപ്പിച്ചിട്ടുണ്ടോ എന്ന അന്വേഷണമാണ്, പരിശോധനയാണ്. ഈ കാര്യങ്ങൾ ഇറാനിലെ സർവ്വ ആണവ ധനദാൻസ് നിലയം ഉൾപ്പെടെയുള്ള അതിലെ വിദഗ്ധരായ എല്ലാ ആളുകളോടും ചർച്ച ചെയ്ത് അയാൾ അമേരിക്കയോട് പറഞ്ഞിരിക്കുന്നത് അവിടെ അതില്ല. ട്രംപിൻ്റെ നേരിട്ടുള്ള രഹസ്യാന്വേഷണ ഏജൻസിയുടെ പ്രതിനിധി തന്നെ ആ 12 ദിവസം യുദ്ധം തുടങ്ങുന്നതിന് മുമ്പ് പറഞ്ഞതാണ് അവിടെ ഇങ്ങനെ ന്യൂക്ലിയർ ആയുധങ്ങൾ ഉണ്ടാക്കുന്ന പരിപാടി ഇല്ല എന്ന്. അപ്പോൾ ഇതൊരു ആരോപണമാണ്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള ഈ മധ്യസ്ഥ ചർച്ചയെ കൂടി അരസിപ്പിക്കാനാണ്, അതിനെ കൂടി തടയാനാണ് ഇസ്രായേൽ എന്ത് ചെയ്ത് ബോംബിട്ടത്. ആ ബോംബിട്ടത് എന്താണ്? ഇവിടെ മനില അതൊരു എലിമെൻ്ററി പെൺകുട്ടികൾ പഠിക്കുന്ന സ്കൂളാണെന്ന് പറഞ്ഞു. എന്തുകൊണ്ട് പെൺകുട്ടികൾ പഠിക്കുന്ന സ്കൂളിന് നേരെ ബോംബിട്ടു? പെൺകുട്ടികൾ ആണവർ, കുട്ടികളാണവർ. അത് ഒരു വംശഹത്യാ സ്വഭാവമുണ്ട്. പെൺകുട്ടികളാണ്. അപ്പം എന്താണ്, പ്രത്യുൽപാദനത്തിലെ ധർമ്മം നിർവഹിക്കുന്ന ആളുകളാണ് അവർ. അപ്പോൾ പെൺകുട്ടികളെ ചെയ്യുക എന്നുള്ളത് ഒരു വലിയ സന്ദേശമാണ്. ഇറാനെ, തങ്ങൾക്ക് അനഭിമതരായ ജനസമൂഹങ്ങളെ, രാഷ്ട്രങ്ങളെ ഈ ഭൂമുഖത്ത് നിന്ന് ഇല്ലാതാക്കുക എന്ന് പറയുന്ന ഏറ്റവും ഭീകരമായ നിയോഫാസത്തിൻ്റെ ഏറ്റവും ഭീകരമായ ഒരു
പ്രകടനമാണ് അവരുടെ ശീലവും കൂടിയാണ് കുഞ്ഞുങ്ങളെ കൊല്ലുക എന്നുള്ള കുഞ്ഞുങ്ങളെ കൊല്ലുക. ഇപ്പം ശീലവും കൂടിയിട്ടാണ്. ഗസയിൽ അത് തന്നെയാണല്ലോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഗസയിൽ സ്ത്രീകളെ റേപ്പ് ചെയ്ത് അവരെ എന്ത് ചെയ്യണമെന്നാണ് നമുക്ക് വഴങ്ങിത്തരണം. ലിംഗം കൊണ്ട് യുദ്ധം ചെയ്യണമെന്ന് വിയറ്റ്നാമിൽ പറഞ്ഞതുപോലെ ലിംഗം കൊണ്ട് യുദ്ധം ചെയ്യണമെന്നാണ് ഈ ഇസ്രയേൽ പട്ടാളക്കാർക്ക് അവിടുത്തെ പട്ടാള മേധാവികൾ നൽകുന്ന നിർദ്ദേശം. അപ്പോൾ വിയറ്റ്നാമിൽ ഇതിനേക്കാൾ ഇറാനേക്കാളൊക്കെ വളരെ പിന്നോക്കം നിൽക്കുന്ന എന്താണ് അവരുടെ വളരെ തദ്ദേശീയമായ മുളകൾ മാത്രം ഉപയോഗിച്ചൊരു സാമ്രാജ്യത്തോട് ഇത് അതൊരു കാൽപ്പനികമായിട്ടൊക്കെ നമുക്കിന്ന് പറയാം. പക്ഷേ ഒരു ജനതയുടെ മരണത്തെ കീഴ്പ്പെടുത്തിയ ആത്മബോധത്തിന് മുമ്പിൽ മാവോ പറഞ്ഞതുപോലെ എന്തൊക്കെ ആയുധ സജ്ജീകരണങ്ങളും യുദ്ധത്തിൽ സ്ട്രാറ്റജിക് ആയിട്ടുള്ള നിലപാട് സ്വീകരിക്കാനൊക്കെ കഴിയുന്ന എത്ര ശക്തമായ രാജ്യമാണെങ്കിലും ഒരു രാജ്യത്തിൻ്റെ മരണത്തെ കീഴ്പ്പെടുത്തിയ ആ ജനതയുടെ ആത്മബോധത്തിന് മുമ്പിൽ അവസാനം പരാജയപ്പെടേണ്ടി വരുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നമുക്ക് പശ്ചിമേഷ്യയിലെ തന്നെ നിരവധി അനുഭവങ്ങളുണ്ട്. ആ രാജ്യങ്ങളൊക്കെ അസ്ഥിരീകരിക്കാൻ അവർക്ക് കഴിഞ്ഞു. പല രാഷ്ട്രങ്ങളെയും ബാൾക്കനൈസ് ചെയ്യാൻ കഴിഞ്ഞു, ജനസമൂഹങ്ങൾ ഡീസ്റ്റെബിലൈസ് ചെയ്യാൻ കഴിഞ്ഞു. പക്ഷേ ആത്യന്തിക വിജയം അമേരിക്കക്ക് എവിടെയും ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോൾ ഇറാഖ് ഉൾപ്പെടെയുള്ള അനുഭവങ്ങൾ നമ്മുടെ മുമ്പിലുള്ളത്. ഈ ആത്മീയമായിട്ടുള്ള ഒരു സാന്നിധ്യം, ഈ ഖൊമൈനിയുടെ പ്രസൻസ്, നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും ഈ ഗൾഫ് കൺട്രീസിൽ അല്ലെങ്കിൽ ഇസ്ലാമിക രാജ്യങ്ങളിൽ മുഴുവനും ഖൊമൈനി എന്ന് പറയുന്ന വ്യക്തിത്വം അല്ല ആ ഒരുപാട് കാലം കൊണ്ട് ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഒരു ആത്മീയ പരിവേഷമുണ്ട്. അത് ഒരു തരം ഏകീകരണത്തിൻ്റെയോ ഒക്കെ സ്വഭാവം ഉണ്ടാക്കുന്നുണ്ടെന്നുള്ള വിശകലനങ്ങൾ വരുന്നുണ്ട്. നമുക്ക് കേരളത്തിൻ്റെ ഒരു സാഹചര്യം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഗൾഫ് കൺട്രീസുമായിട്ട് ഏറ്റവും അടുത്ത ബന്ധം പുലർത്തുന്ന ഒരു സംസ്ഥാനം കൂടിയിട്ടാണ് കേരളം. മലയാളികൾ അവിടുത്തെ ആളുകളുടെ എണ്ണം എടുത്ത് നോക്കി ജനസംഖ്യയുടെ ഒരു വലിയ വിഭാഗം മലയാളികൾ ഇന്ത്യക്കാരൊക്കെ പ്രതിനിധീകരിക്കുന്നതാണ്. അപ്പൊ ഈ ഒരു അയത്തുള്ള അലി ഖൊമൈനിയുടെ വധം, കൊല്ലൽ എങ്ങനെയാണ് ഈ തരത്തില് ഒരു മതപരമായിട്ടുള്ള കാഴ്ചപ്പാടില് എങ്ങനെയാണ് കേരളത്തിൽ സ്വീകരിക്കപ്പെട്ടിട്ടുള്ളത് എന്നുള്ളത് ഒരു വിഷയം. മറ്റൊന്ന്, പലതരത്തിലും ഈ പറയുന്ന ഗൾഫ് കൺട്രീസിൽ പെടുന്ന ആളുകൾ എന്ന് മാത്രമല്ല ഈ ട്രാൻസിറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കുടുങ്ങിക്കിടക്കുന്ന ഒരു അവസ്ഥ ഡയറക്റ്റ് എഫക്ട് ചെയ്യുന്ന സംഗതിയുണ്ട്. ഒപ്പം വിപണിയെയും കേരളത്തിൽ ഉൾപ്പെടെയുള്ള വിപണിയെയും ഡയറക്റ്റ് ആയിട്ട് ബാധിച്ചിട്ടുള്ളൊരു അവസ്ഥയുണ്ട്. ഈ കേരളത്തിന്റെ പെർസ്പെക്റ്റീവിൽ നിന്ന് നോക്കുമ്പോൾ ഈ ഇസ്രായേൽ അമേരിക്കൻ യുദ്ധം എങ്ങനെയാണ് നമ്മളെ ബാധിച്ചിട്ടുള്ളത്? അത് മെനഞ്ഞാന്ന് പാണക്കാട് സയ്യിദ് മുനവർ അലി ശിഹാബ് തങ്ങളുടെ ഒരു പോസ്റ്റ് വന്നിട്ടുണ്ടാവും. അത് വളരെ ഇപ്പോൾ ചർച്ച ചെയ്യപ്പെട്ടിരിക്കുന്ന പോസ്റ്റാണ്. അതിൽ അദ്ദേഹം പറയുന്നത് ഇത് വലിയ ധീരമായ രക്തസാക്ഷിത്വമാണ്. അതായത് അനീതിക്കെതിരെ വരാൻ പോകുന്ന കാലഘട്ടങ്ങളിൽ പോലും ഓർമ്മിക്കപ്പെടുന്ന ഒരു രക്തസാക്ഷിത്വമായിരിക്കും. കാരണം ഇത് നടന്നത് റമദാൻ മാസത്തിലാണ്. അപ്പൊ അത് പറയുന്നത് ഒരു സുന്നി പണ്ഡിതനാണ്, ഇദ്ദേഹം ഒരു ഷിയയാണ്. അപ്പൊ ഈ പരമ്പരാഗതമായിട്ടുള്ള ഷിയ സുന്നി ആ ഒരു 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 വിഭജനം അപ്രസക്തമാകുന്ന രീതിയിലുള്ള ഒരു മതപരമായ അല്ലെങ്കിൽ ആത്മീയപരമായിട്ടുള്ള ഒരു കാര്യം, ഒരു മാറ്റം അതൊക്കെ ഈ വധത്തിന് മുമ്പ് തന്നെ നടന്നിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ഇറാൻ എന്ന രാഷ്ട്രം അത് ഒരു ഷിയ രാഷ്ട്രമാണെങ്കിൽ കൂടിയും എങ്ങനെയാണ് അത് മുസ്ലിം ജനതയുടെ ഒരു പ്രതീക്ഷയായി മാറുന്നുണ്ട്. അത് അങ്ങനെ ഒരു നറേറ്റീവ് കാര്യമായിട്ട് തന്നെ ബിൽഡ് ചെയ്യുന്നുണ്ട്. കാരണം മറ്റ് അറബ് രാജ്യങ്ങൾ ഈ സുഖലോലുപതയിലൊക്കെ മുങ്ങി നിൽക്കുമ്പോൾ ഈ പാലസ്തീൻ പ്രശ്നത്തിൽ ആത്മാർത്ഥമായി ഇടപെട്ടിട്ടുള്ളത് ആ രാഷ്ട്രം ഷിയ രാഷ്ട്രമാണ്. ഹിസ്ബുള്ള ഷിയ സംഘടനയാണ്, ഹൂത്തികൾ ഷിയാക്കളാണ്. അപ്പോൾ നിങ്ങൾ പറയുന്ന നമ്മൾ പണ്ട് പറഞ്ഞ വിഭജനം എന്ന് പറയുന്നത് ലോകത്തിലെ ആദ്യത്തെ മുസ്ലിം സമുദായത്തിലുള്ള ആദ്യത്തെ വിഭജനം എന്നുള്ളത് ഷിയ സുന്നി വിഭജനമാണല്ലോ. അത് വലിയ രീതിയിലുള്ള തർക്കങ്ങളിലേക്കും വലിയ പ്രശ്നങ്ങളിലേക്കൊക്കെ നീങ്ങിയിട്ടുള്ള ഏറ്റവും ദൗർഭാഗ്യകരമെന്ന് വിശേഷിപ്പിക്കാവുന്ന ഒന്നാണ് ഈ സുന്നി ഷിയ വിഭജനം. ആ വിഭജനത്തെ അപ്രസക്തമാക്കുന്ന രീതിയിലാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് പണ്ട് നമുക്കറിയാം 1979 ഇറാൻ വിപ്ലവം നടക്കുമ്പോൾ അതിനെ സ്വീകരിച്ചുകൊണ്ട് അതിനെ വെൽക്കം ചെയ്തുകൊണ്ട് കോഴിക്കോട് പ്രകടനം നടത്തിയിട്ടുണ്ടായിരുന്നു. അത് സിമിയുടെ കാലഘട്ടത്തിലാണ്. അപ്പൊ സിമി അന്ന് ഉയർത്തിയ ഒരു മുദ്രാവാക്യം എന്ന് പറയുന്നത് ലാ ഷിയ ലാ സുന്നിയ ഇസ്ലാമിയ എന്നാണ്. അതായത് സുന്നിയില്ല, ഷിയയില്ല, ഉള്ളത് ഇസ്ലാം മാത്രമാണെന്നുള്ളത്. അത് അന്ന് ആ ഒരു രീതിയിലൊക്കെ അത് മാറിയില്ല. കാരണം സുന്നി ഷിയ പ്രശ്നങ്ങൾ വളരെ സജീവമായി ചർച്ച ചെയ്യപ്പെടുകയും വലിയ പ്രശ്നമാവുകയും ചെയ്ത കാലഘട്ടത്തിലായിരുന്നു അത്.
അപ്പൊ അത് ആ ഒരു 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 മുദ്രാവാക്യം ഉയർന്ന ഒരു പരിസരം ഉണ്ടല്ലോ, ആ പരിസരത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഞാൻ കരുതുന്നത്. കാരണം ഇതേ ഖാംനായിയുടെ വധത്തെ ഹുസൈൻ്റെ കർബലയിൽ പ്രവാചകന്റെ പേരക്കുട്ടി ആയിട്ടുള്ള ഇമാം ഹുസൈൻ, അദ്ദേഹം കൊല്ലപ്പെടുന്ന കർബലയിൽ വെച്ചിട്ടാണ്. ആ കർബല വരെ അനുസ്മരിക്കുന്ന രീതിയിൽ ഈ ഖംനയുടെ വധത്തിന് ശേഷം ഇറാനിലെ മസ്ജിദുകളിൽ ചുവന്ന കൊടി ഉയർത്തുന്നത്, ഇതൊക്കെ സിംബോളിക് ആണെങ്കിൽ കൂടിയും ഇത് ഒരു ലോകത്തിൻ്റെ ഒരു ക്രമത്തെ മാറ്റുന്ന രീതിയിൽ അതിൻ്റെ ഒരു ഫൾക്രമായിട്ട് ഫോക്കൽ പോയിന്റ് ആയിട്ട് ഇറാൻ മാറുന്നു എന്നുള്ള രീതിയിലുള്ള ഒരു വായന, ഒരു ഇന്റർപ്രിട്ടേഷൻ. അത് നമ്മൾക്ക് യഥാർത്ഥത്തിൽ നടക്കുന്ന യുദ്ധമുണ്ട്, ജിയോ പൊളിറ്റിക്സ് ഉണ്ട്, അതല്ല നമ്മുടെ ഇമാജിനേഷനിൽ നടക്കുന്ന യുദ്ധം. അതിൽ നടക്കുന്ന യുദ്ധത്തിൽ ഇപ്പോഴും ജയിച്ചു നിൽക്കുന്നത് ഇറാനാണ്. അത് ഈ മുസ്ലിം ഭാവനയിൽ ഇപ്പോഴും ഇപ്പം ഷഹാദത്ത് എന്നുള്ളത് അല്ലെങ്കിൽ രക്തസാക്ഷിത്വം എന്നുള്ളത് ഷിയാക്കളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ടാണ് സാദിഖത്തെ മുനവ്വർ തങ്ങൾ ഷഹീദാണ് അല്ലെങ്കിൽ രക്തസാക്ഷിത്വമാണെന്ന് പറയുന്നത്. അപ്പൊ രക്തസാക്ഷിത്വം അലി ശരീഅത്തിയുടെ പുസ്തകത്തിന്റെ പേര് തന്നെ രക്തസാക്ഷിത്വം എന്നാണ്, മാർട്ടിഡമാണ്. അപ്പൊ അങ്ങനെ ഒരു പാരമ്പര്യമുണ്ട്, ഒരു ആത്മീയമായ പാരമ്പര്യം. അതായത് പാശ്ചാത്യം പാശ്ചാത്യ സംസ്കാരം അല്ലെങ്കിൽ ജീർണതയുടെ സംസ്കാരം. അപ്പോൾ അതിനെ ഒരു ബദലായിട്ട് ഇപ്പുറത്തുള്ളത് ഇസ്ലാമിന്റെ സംസ്കാരമാണ്. ആ സംസ്കാരത്തെ ഇന്ന് പ്രതിനിധീകരിക്കുന്നത് ഇറാനാണ് എന്ന രീതിയിലുള്ള ഇതിപ്പം ഈ യുദ്ധത്തിൽ ആര് തോൽക്കുന്നു, യഥാർത്ഥത്തിൽ നടക്കുന്ന യുദ്ധത്തിൽ ആര് തോൽക്കുന്നു ജയിക്കുന്നു എന്നുള്ളത് അത് വേറൊരു ജിയോ പൊളിറ്റിക്സിന്റെ പ്രശ്നമാണ്. പക്ഷേ ഈ ഇമാജിനറി വാറിൽ ഇപ്പോൾ ജയിച്ചു നിൽക്കുന്നത് ഇറാനാണ്. അപ്പോൾ ഇത് മുനവ്വർ തങ്ങൾ പറഞ്ഞതുപോലെ ഈ രക്തസാക്ഷിത്വം അത് വരും കാലങ്ങളിൽ ഇപ്പം ഇറാൻ കീഴടക്കപ്പെട്ടേക്കും, പറയാൻ പറ്റില്ല നമുക്ക്. പക്ഷെ ആ കീഴടക്കപ്പെട്ട ഇറാനിൽ അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങളിൽ ഈ മിലീഷ്യകൾ രൂപപ്പെടുത്താൻ, അവിടെ ചെറിയ സംഘങ്ങളായിട്ടുള്ള പ്രതിരോധ പ്രസ്ഥാനങ്ങൾ രൂപപ്പെടുത്താൻ ഒക്കെ ഈ ഒരു പ്രേരണയായി തീരുന്നുണ്ട്. അതുകൊണ്ടാണ് വലിയ രീതിയിൽ ഇന്ത്യയിൽ തന്നെ ഇപ്പൊ കശ്മീരിലെ ലക്നൌവിലെ ഒക്കെ വലിയ രീതിയിലുള്ള പ്രകടനങ്ങൾ ഉണ്ടാവുന്നുണ്ട്. അത് കേവലമായ രാഷ്ട്രീയമല്ല. അപ്പൊ അപ്പുറത്ത് ഗ്രേറ്റർ ഇസ്രായേൽ എന്ന് പറയുന്നത് അത് ഒരു റിലീജിയസ് പ്രൊജക്റ്റാണ്, അത് ബിബ്ലിക്കലാണ്, അത് പ്രോമിസ്ഡ് ലാൻഡ്, വാഗ്ദത്ത ഭൂമി എന്നുള്ളത്. അപ്പൊ അങ്ങനെ ഒരു സിംബോളിക് ആയിട്ട് അതിനെ പ്രതിരോധിക്കാൻ ഇപ്പുറത്ത് നിൽക്കുന്നത് എന്നുള്ളത് ഇത് ഒരു മിത്തിക്കൽ ആയിട്ടുള്ള തിങ്കിങ് കൂടി ഇതിന്റെ പിന്നെ നടക്കുന്നുണ്ട്. അതുകൊണ്ട് യഥാർത്ഥത്തിൽ നടക്കുന്ന യുദ്ധത്തിൽ ആര് ജയിച്ചു ആര് തോൽക്കുന്നു എന്നതിനപ്പുറത്തേക്ക് ഈ യുദ്ധവും അതിന് തുടർന്നുണ്ടാവുന്ന പ്രശ്നങ്ങളും ഒക്കെയും ഈ ലോകത്തുള്ള ഇസ്ലാമിക ലോകത്ത് ചിന്തയെ കാര്യമായി സ്വാധീനിക്കുന്നുണ്ട്. ആ സ്വാധീനം എങ്ങനെയായിരിക്കും എന്ന് ചില സൂചനകൾ കേരളത്തിൽ കാണുന്നുണ്ട്. കേരളത്തില് എല്ലാ കാലത്തും കേരളത്തിലെ ഷിയായിസം വളരെ കുറവാണ്, വളരെ ഹാൻഡ്ഫുൾ ആയിട്ടുള്ള ഷിയാക്കളേ ഉള്ളൂ. പക്ഷേ ഇറാന് കിട്ടുന്ന ഒരു പിന്തുണ അത് ഷിയാക്കൾക്ക് കിട്ടുന്ന പിന്തുണയല്ല. അത് ഇപ്പം നിങ്ങളിപ്പോൾ സോഷ്യൽ മീഡിയയിൽ നോക്കിക്കഴിഞ്ഞാൽ ഇറാന് കിട്ടുന്ന ഒരു പിന്തുണ എന്നുള്ളത് അതും കേരളത്തിലെ ഷിയാക്കളുടെ സാന്നിധ്യവും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. അപ്പൊ ഇങ്ങനെയാണ് ഈ ഒരു പ്രശ്നം ഇത് വാസ്തവത്തിൽ മറ്റൊരു ഗ്രൂപ്പിനെ വളരെ അലോസരപ്പെടുത്തുന്നു. അത് കേരളത്തിലെ സലഫികളെയാണ്. കാരണം സൗദി കുറെ കാലമായിട്ട് കേരളത്തിലെ സലഫികൾ പറഞ്ഞുകൊണ്ടിരുന്ന പ്രശ്നമായിരുന്നു കേരളത്തിലെ ഷിയാക്കളുടെ സാന്നിധ്യമുണ്ട്, കേരളത്തിലെ സുന്നികൾക്കിടയിൽ പോലും ഷിയാ സ്വാധീനമുണ്ട് എന്നൊക്കെ പറയുന്നു. അപ്പോൾ കുറെ കാലമായി പ്രസംഗിച്ച് നടക്കുന്ന കാര്യമാണ് അവർ പറയുന്നത്. ഇത് ഇറാന്റെ അജണ്ട കേരളത്തിൽ നടപ്പിലാക്കുന്നുണ്ട്. അതിൽ പല കാര്യങ്ങളും അവർ പറയുന്നത്. ഇപ്പം അരീക്കോട് സ്ഥലത്ത് ഒരു ഇസ്ലാമിക് ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞിട്ട് സംഘടന ഉണ്ടായിരുന്നു. ആ സംഘടന 30ഓളം ഷിയാ പുസ്തകങ്ങൾ പബ്ലിഷ് ചെയ്തിട്ട് അലി ശരീഅത്തിയുടെ രക്തസാക്ഷി അടക്കം എന്നാണ് പറയുന്നത്. ഇപ്പോൾ കൊച്ചിയിൽ സക്ലൈൻ ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു ഇറാനിയൻ ബാക്കിങ്ങോട് കൂടിയിട്ടുള്ള ഒരു സംഘടനയുണ്ട്. അപ്പോൾ ഈ സലഫികൾ ചൂണ്ടിക്കാണിക്കുന്നത് പറഞ്ഞാൽ ഇത് കേരളത്തെ ഒരു ഷിയാവൽക്കരിക്കാനുള്ള ശ്രമമാണ് എന്നുള്ള രീതിയിൽ പണ്ടേ ചർച്ച നടന്നുകൊണ്ടിരുന്നു. ഇന്ന് കണ്ട ഒരു പോസ്റ്റ് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞ ഒരു സലഫി സംഘടനയുടെ ജനറൽ സെക്രട്ടറി
അദ്ദേഹം ഇദ്ദേഹത്തിനെതിരെ മുനവർ അലി തങ്ങൾ പറഞ്ഞത് പിൻവലിക്കണം എന്ന് പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ വാസ്തവത്തിൽ ഈ സലഫികളുടെ ഒരു പ്രശ്നം അവർക്ക് ഔചിത്യമില്ല എന്നുള്ളതാണ്. ഏത് സമയത്ത് എന്ത് പറയണം എന്നുള്ളതിന് ഒരുപക്ഷെ അവർ പറയുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഷിയ ഭരണകൂടം എല്ലാ കാലത്തും ചുറ്റുപാടുമുള്ള സുന്നികളായിട്ടുള്ള ഗൾഫ് രാജ്യങ്ങളെ അസ്ഥിരപ്പെടുത്തുന്നതാണ്. ഷിയാക്കള് ഒരുപാട് ലക്ഷക്കണക്കിന് സുന്നികളെ കൊന്നിട്ടുണ്ട്. അപ്പൊ ഇത് ഇറാനെ കുറിച്ച് ഇപ്പോഴ് നടക്കുന്ന യുദ്ധം അത് തീർച്ചയായിട്ടും ഒരു അൺഈവൺ ആയിട്ടുള്ള ഒരു ബാറ്റിലാണ്. ഒരു വശത്ത് US-ഉം ഇസ്രായേലും. ആ പറയുമ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഷിയായിസം ലോകത്ത് ചെയ്ത സുന്നികളോട് ചെയ്ത അനീതികൾ നിങ്ങൾ മറക്കാൻ പാടില്ല എന്നുള്ളതാണ്. അപ്പോൾ അതിപ്പോൾ പറയേണ്ടതുണ്ടോ എന്നുള്ളതാണ്. അപ്പൊ ഇത് ഒരു പ്രൊപ്പറൈറ്റിയുടെ പ്രശ്നമുണ്ടല്ലോ, അല്ല എന്തെങ്കിലും എന്താ പറയാ, ഒരു ടൈംലിനെസ് എന്നൊക്കെ പറയുന്നത്, ഔചിത്യബോധം ഉണ്ടാകുന്നുണ്ട്. അപ്പൊ ആ ഔചിത്യം ഇല്ല. അപ്പൊ ഇത് സംഭവിക്കുന്നത് വലിയ രീതിയിൽ ഇറാന് പിന്തുണ ഉണ്ടാവുന്നുള്ളൂ. അത് ഇപ്പോൾ സംഭവിച്ചതല്ല, ഒരു 2, 3, 4 വർഷം മുമ്പ് സംഭവിക്കുന്ന ഒരു വളരെ പതുക്കെ ഉണ്ടായി വരുന്ന ഒരു പ്രോഗ്രസ്. ഇത് ഖംനായിയുടെ വധത്തിന് ശേഷം അതിന്റെ ഉച്ചസ്ഥായിലെത്തി നിൽക്കുകയും അദ്ദേഹത്തിന്റെ രക്തസാക്ഷിത്വം എന്നുള്ളത് ഇസ്ലാമിന്റെ തന്നെ ഒരു രക്തസാക്ഷിത്വമായി മാറുകയും അത് എങ്ങനെ വരും കാലങ്ങളിലെ ലോക പൊളിറ്റിക്സിനെ പോലും കേരളത്തിലെ രാഷ്ട്രീയത്തെ എങ്ങനെ അത് നേരിട്ട് ബാധിക്കണമെന്നില്ല, പക്ഷെ ഒരു ഡിഫൈനിങ് മൊമെന്റ് ആയിട്ട് മാറുകയും ചെയ്തത്. ഇതാണ് ഈ ഇത്തരം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായിട്ട് കേരളത്തിലെ ഇസ്ലാമിക ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന ചർച്ചകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഖംനായിയുടെ വധവും അതിനെ രക്തസാക്ഷിത്വം എന്ന രീതിയിലുള്ള ഉയർത്തിക്കയറ്റ ചർച്ചകളുമാണ്. അപ്പൊ ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് എന്നാണ് എനിക്ക് തോന്നുന്നത്. രണ്ടാമത് സംഭവിക്കാൻ സാധ്യതയുള്ളൊരു കാര്യം, പശ്ചിമേഷ്യയിൽ അല്ലെങ്കിൽ മിഡിൽ ഈസ്റ്റിൽ നടക്കുന്ന എല്ലാ പ്രശ്നങ്ങളും നമ്മളെ നേരിട്ട് ബാധിക്കും, എല്ലാം ബാധിക്കും. ഇത് നമ്മുടെ ഇലക്ഷൻ കാലഘട്ടം കൂടിയാണ് അല്ലേ. ഇപ്പൊ ഒരു മാസത്തിനുള്ളിൽ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ്. സദ്ദാം ഹുസൈൻ്റെ കാലം നമുക്ക് ഓർമ്മയുണ്ടാകും, എങ്ങനെ നമ്മുടെ തെരഞ്ഞെടുപ്പിനെ ബാധിച്ചു എന്നുള്ളത്. എങ്ങനെയാണ് ഈ ഡെവലപ്മെന്റ്സ് ഏതെങ്കിലും രീതിയിൽ കേരളത്തിലെ തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കാൻ സാധ്യതയുണ്ട്? ഇപ്പോഴുള്ള അവസ്ഥയിൽ നമുക്ക് അറിയില്ല എന്താണെന്ന്. CPM വളരെ കൃത്യമായിട്ടൊരു നിലപാടെടുത്തിട്ടുണ്ട്. 6-ാം തീയതി ഇദ്ദേഹം പിണറായി വിജയൻ പങ്കെടുക്കുന്ന ഒരു പരിപാടി സംഘടിപ്പിക്കുന്നു. വളരെ കൃത്യമായിട്ട് തന്നെ CPM എല്ലാ സ്ഥലങ്ങളിലും 2-3 ദിവസങ്ങളായിട്ട് പരിപാടികൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്, ശക്തമായിട്ട് നിലപാടെടുക്കുന്നുണ്ട്. അപ്പോൾ അപ്പോഴാണ് ഇദ്ദേഹം BJPയുടെ ഭാഗത്തു നിന്ന് ഒരു സ്റ്റേറ്റ്മെന്റ്, ഇത് ഇറാനെ പിന്തുണക്കുന്നത് മുസ്ലിങ്ങളുടെ വോട്ടിന് വേണ്ടിയിട്ടുള്ള ശ്രമമാണ് എന്നുള്ളത്. അപ്പൊ എങ്ങനെ ഈ ഒരു മാറ്റം ഉണ്ടാവുമോ? എന്തായിരിക്കും UDF കോൺഗ്രസിന്റെ നിലപാട് എന്താണെന്നുള്ള കേരളത്തിൽ പറഞ്ഞിട്ടില്ല. ഇന്ന് ഈ അന്താരാഷ്ട്ര ഡെവലപ്മെന്റ്, ഇപ്പം സോണിയാഗാന്ധി പറഞ്ഞിട്ടുണ്ട് ഇതിൽ അഭിപ്രായം പറയണം, ഖമനയുടെ വധത്തില് എന്താണ് നമ്മുടെ നിലപാടെന്ന് പറയണം. എന്നല്ലാതെ മറ്റു കാര്യങ്ങളൊന്നും കേരളത്തിലെ ഉള്ള UDFന്റെയോ കോൺഗ്രസിന്റെയോ ഇതൊക്കെ പറഞ്ഞതായിട്ടില്ല. അപ്പം അവിടെ സംഭവിക്കുന്ന എല്ലാ കാര്യങ്ങളും നമ്മെ ബാധിക്കും. നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ മാത്രമല്ല, നമ്മുടെ ഡേ ടു ഡേ പൊളിറ്റിക്സിനെയും കൂടി ബാധിക്കും. ഇനി തീരുമാനിക്കാനുള്ളത് എങ്ങനെയാണ് ഈ ഒരു ഡെവലപ്മെന്റ് നമ്മുടെ ഇമ്മീഡിയറ്റ് പൊളിറ്റിക്സിനെ ബാധിക്കുന്നത് എന്ന് വരാൻ പോകുന്ന ദിവസങ്ങളിൽ മാത്രമേ അത് തീരുമാനിക്കാൻ പറ്റൂ. അത് ഈ സദ്ദാം ഹുസൈൻ ഫാക്ടർ പോലെ വർക്ക് ചെയ്യോ പറയാൻ പറ്റില്ല, നമുക്കറിയില്ല. കാരണം അത് നമ്മളിപ്പോൾ പറയുന്ന ഒരു രീതി, ഇപ്പം CPM-ഉം മുസ്ലിം സമുദായവും തമ്മിലുള്ള ബന്ധം ഏറ്റവും വഷളായി നിൽക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളുള്ളത്. അപ്പൊ കുഞ്ഞു കണ്ട് കേട്ടിയൊക്കെ അഭിപ്രായ വ്യത്യാസം ഉണ്ടാവും. അപ്പൊ അങ്ങനെയുള്ള സമയത്ത് ഇപ്പൊ CPM പരിപാടി നടത്തുന്നത് അതിനു വേണ്ടിയിട്ടല്ല. കാരണം ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി എല്ലാ കാലത്തും സ്വാഭാവികമായി ചെയ്യുന്ന കാര്യമാണ്. അന്താരാഷ്ട്ര വിഷയങ്ങളിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് അഭിപ്രായം ഉണ്ടാവും, അവർ പ്രകടനങ്ങൾ നടത്തും, പൊതുയോഗങ്ങൾ നടത്തും. പക്ഷെ അതിന് ബാക്ക്ഗ്രൗണ്ടും കൂടി ഉണ്ട്. ഇത് ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്, അങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ട് നിൽക്കുന്നുണ്ട്. മാത്രമല്ല ഇങ്ങനെ ഒരു മുസ്ലിം സമുദായവും CPM-ഉം തമ്മിലുള്ള ബന്ധത്തിലുള്ള പ്രശ്നങ്ങളും നിൽക്കുന്നുണ്ട്. ആ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ എന്തായിരിക്കും ഇവിടുത്തെ തെരഞ്ഞെടുപ്പിൽ ചിലപ്പോൾ എന്തെങ്കിലും ഇപ്പൊ നമുക്കറിയില്ല അത് എങ്ങനെ രീതിയിൽ ഇത് വർക്കൗട്ട് ചെയ്യുന്നതുള്ളൂ. ഇതിന് വരും ദിവസങ്ങളിൽ തീരുമാനിക്കപ്പെടേണ്ടതാണ്. ഈ സംഭവ വികാസങ്ങൾ ഇറാനെതിരെയുള്ള അറ്റാക്ക് നടക്കുന്നതിന് തൊട്ടു മുമ്പാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇസ്രായേലിൽ എത്തുന്നതും ഇസ്രായേൽ പാർലമെന്റിനെ അഭിസംബോധന ചെയ്യുന്ന ആദ്യത്തെ
ഇന്ത്യൻ പ്രധാനമന്ത്രിയായി നരേന്ദ്രമോദി. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു ഇസ്രായേൽ മാത്രമല്ല, ഇസ്രായേലിന് വളരെ ശക്തമായിട്ട് ഇസ്രായേൽ ചെയ്യുന്നതാണ് ശരി എന്നുള്ള രീതിയിലുള്ള പ്രസ്താവനയൊക്കെ മോദി നടത്തുന്നുണ്ട്. അപ്പോൾ ഇസ്രായേൽ അച്ചുതണ്ടിലെ ഒരു സഖ്യ രാജ്യമായിട്ട് ഇന്ത്യയും കൂടി മാറുന്നൊരു സൂചന മോദിയുടെ നിലപാടുകളിൽ നിന്നൊക്കെ നമുക്ക് വ്യക്തമാണ്. മുമ്പുമുള്ളതാണ്, പുതിയൊരു നിലപാടുമല്ല. ഇന്ത്യയുടെ ഈ നിലപാട് എങ്ങനെയാണ് ഇതിനെ ഈ വിഷയമായിട്ട് കണക്ട് ചെയ്യാൻ കഴിയുന്നത്? ഇന്ത്യയുടെ നിലപാട് ഇപ്പൊ നടക്കുന്ന ഈ ജിയോ പൊളിറ്റിക്കൽ കോൺഫ്ലിക്റ്റിൽ നേരിട്ട് പ്രത്യക്ഷത്തിൽ അതിന്റെ ബലാബലങ്ങളെ സ്വാധീനിക്കുന്ന ഒന്നല്ല. കാരണം ഇന്ത്യ അത്തരത്തിലൊരു കക്ഷിയല്ല. പക്ഷേ വ്യാപകമായ ഒരു വിശാലാടിസ്ഥാനത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ലോകക്രമത്തിൽ അതിന് വളരെ വലിയ പ്രാധാന്യമുണ്ട്. ഇന്ത്യയുടെ ആഭ്യന്തര രാഷ്ട്രീയത്തിലും അതിന് വളരെ പ്രാധാന്യമുണ്ട്. ഇന്ത്യയുടെ എല്ലാ കാലത്തെയും നിലപാട്, സ്വാതന്ത്ര്യ സമരകാലം തൊട്ടേ തന്നെയുള്ള മഹാത്മാഗാന്ധി തൊട്ട് നെഹ്റു തൊട്ടുള്ള ത്തെയും കമ്മ്യൂണിസ്റ്റുകാരുടെയാണ് വെച്ചാൽ എക്കാലത്തെയും സാർവദേശീയ നിലപാട് എന്ന് പറയുന്നത് സ്വതന്ത്ര പാലസ്തീന് വേണ്ടിയിട്ടുള്ളതാണ്. പാലസ്തീൻ എന്ന് പറയുന്നത് ഗാന്ധി എന്ന് പറഞ്ഞ ഇംഗ്ലീഷുകാരുടേതാകുന്നത് പോലെ, അല്ലെങ്കിൽ ഫ്രഞ്ചുകാരുടേതാകുന്ന പോലെ പലസ്തീൻകാരുടേതാണ് എന്ന് പറഞ്ഞിട്ടുള്ള നെഹ്റു ആയാലും കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ സാർവദേശീയ തലത്തിൽ തന്നെ എല്ലാ കാലത്തും പലസ്തീൻ അനുകൂല നിലപാടുകൾ കൃത്യമായി എടുക്കുന്നുണ്ട്. ഇന്ത്യയും അതെ, ഒരു സ്വതന്ത്ര രാഷ്ട്രം എന്നുള്ള നിലയിൽ ആദ്യമായിട്ട് പലസ്തീനെ അംഗീകരിക്കുകയും അവർക്ക് എംബസി കൊടുക്കുകയും ഒക്കെ ചെയ്തൊരു രാജ്യമാണ് ഇന്ത്യ. പക്ഷെ അതിൽ നിന്ന് BJP-യുടെ വരവിന് മുമ്പ് തന്നെ, നരസിംഹറാവുവിൻ്റെ കാലം തൊട്ട് തന്നെ ഇതിൽ നിന്നുള്ള പിന്നോട്ട് പോക്ക് നമുക്ക് കാണാം. ഇപ്പോൾ നേരത്തെ ഇവിടെ പറഞ്ഞ പോലെ ഇറാനെതിരെ വോട്ട് ചെയ്യുന്നത്, അത് അന്താരാഷ്ട്ര ആണവ പരിശോധനാ സമിതിയുടെ അതിൽ ഇറാനെതിരെ വോട്ട് ചെയ്യുന്നത് മൻമോഹൻ സിംഗിന്റെ കാലത്താണ്. ഇടതുപക്ഷം പിന്തുണ പിൻവലിക്കുന്ന മറ്റൊരു വിഷയത്തിനെ ചൊല്ലിയാണെങ്കിൽ കൂടി അന്ന് ആ വോട്ട് ചെയ്യുന്നതൊക്കെ ആയിട്ട് അഭിപ്രായ വ്യത്യാസം അന്ന് തന്നെ തുടങ്ങുന്നുണ്ട്. ഞാൻ പറയുന്നത് ഇന്ത്യയുടെ ഈ ചായ്വ് അമേരിക്കയോട്, പ്രാഥമികമായിട്ട് ഇസ്രായേലിനോടല്ല, അമേരിക്കൻ സാമ്രാജ്യത്വത്തോടുള്ള ഇന്ത്യൻ ഭരണകൂടത്തിൻ്റെ വിധേയത്വം, ഭരണകൂടത്തിൻ്റെ എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ ഇന്ത്യൻ സ്റ്റേറ്റിൻ്റെ അതിൻ്റെ കോർപ്പറേറ്റ് ആക്സിസിൻ്റെ വിധേയത്വമാണ് നമ്മളവിടെ കാണുന്നത്. ഇസ്രായേലിൻ്റെ ഏറ്റവും വലിയ, ഇസ്രായേലിൽ നിന്നും യുദ്ധോപകരണങ്ങൾ വാങ്ങുന്നതിലെ ഏറ്റവും വലിയ ഒരു പർച്ചേസർ ഇന്ത്യയാണ്. ഇപ്പോൾ റഷ്യ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആയുധങ്ങൾ ഇന്ത്യ വാങ്ങുന്നത് ഇസ്രായേലിൽ നിന്നോ ഒക്കെയാണ്. നേരത്തെ പറഞ്ഞ ഈ I-2U2, അതുപോലെ തന്നെ ഇന്ത്യ മിഡിൽ ഈസ്റ്റ് യൂറോപ്പ് കോറിഡോർ, ഇതിലൊക്കെ ഇന്ത്യയെ ഒരു വ്യാപാര താല്പര്യത്തിൽ കൂടി ഉൾപ്പെടുത്തുന്നതിനാണ് ശ്രമിക്കുന്നുണ്ട്. ഇത് ശ്രമിക്കുന്നത് ഇന്ത്യ ഒരു വലിയ വ്യാപാര ശക്തിയായിട്ട് ആയതുകൊണ്ട് മാത്രമല്ല ശ്രമിക്കുന്നത്. ചൈനയുടെ നേരത്തെ പറഞ്ഞ പോലെ അക്കാര്യത്തിൽ കെട്ടി പറഞ്ഞ് ശരിയാണ്, എനിക്ക് അതിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. ആ ഭാഗം മാറ്റി വെച്ച് കഴിഞ്ഞാൽ ചൈനയുടെ ആഗോളതലത്തിലെ ചൈനയുടെ ശക്തിയെയും ചൈനയുടെ വ്യാപാര സാന്നിധ്യത്തെയും സൈനിക സാന്നിധ്യത്തെയും ഭാവിയിൽ അമേരിക്കയെ മറികടക്കുന്ന രീതിയിൽ, ഇപ്പോൾ രണ്ടാമതായിട്ടാണല്ലോ ഇത് മറികടക്കുന്ന രീതിയിൽ ലോകത്ത് 1-ാം നമ്പർ സാമ്പത്തിക ശക്തി കൂടിയായി മാറുന്ന സമയത്ത് ചൈന എന്ന് പറയുന്ന തങ്ങളുടെ ഒരു സൈനിക വ്യാപാര എതിരാളിയെ തകർക്കുന്നതിന് തന്നെ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളുടെ ഭാഗം കൂടി ഇതിലുണ്ട് എന്നുള്ളത് കാണാതെ വയ്യ. അതുകൊണ്ടാണ് ഈ ബെൽറ്റ് ആൻഡ് റോഡ് ഇനീഷ്യേറ്റീവിനെ പൊളിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള മറ്റൊരു പദ്ധതി. ഇപ്പം തന്നെ ഈ ഓയിൽ ക്രൈസിസിൽ, ഇപ്പോൾ വെനിസ്വലയെ ആക്രമിക്കുമ്പോൾ മഡുറോയെ പിടിച്ചുകൊണ്ടതിന് ശേഷം അവർ ആദ്യത്തെ എന്ന് പറയുന്നത് ചൈനയാണ് അവിടുന്ന് ഏറ്റവും കൂടുതൽ എണ്ണ വാങ്ങുന്ന ഓയിൽ പർച്ചേസർ വെനിസ്വലയുടെ. അതിനെയാണ് അവർ അത് കുറയ്ക്കാനാണ് ശ്രമിക്കുന്നത്. ചൈനയ്ക്കാണെങ്കിൽ ഈ ഓയിൽ ഡിപ്പെൻഡൻസ് വളരെ കൂടുതലാണ് മറ്റു രാജ്യങ്ങളുടെ മുകളിലുള്ളത്. അപ്പോൾ അത് അവരുടെ സാമ്പത്തിക സുരക്ഷിതത്വത്തെ ബാധിക്കുന്ന രീതിയിൽ ഉണ്ടാക്കണം എന്നുള്ള രീതിയിൽ തന്നെയാണ് ശ്രമങ്ങൾ നടക്കുന്നത്. ഇന്ത്യയെ അതിനുപയോഗിക്കാൻ പറ്റും എന്നുള്ളത് ആണ് അമേരിക്കൻ സാമ്രാജ്യത്വം ശ്രമിക്കുന്നൊരു കാര്യം. ഒപ്പം തന്നെ ഇന്ത്യയിലെ ആഭ്യന്തര രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായിട്ട് ഇവിടെ ഉയർന്നു വന്നിട്ടുള്ള ഹിന്ദുത്വ ഫാഷിസ്റ്റുകളുടെ രാഷ്ട്രീയാധികാര ഭരണകൂടം. ഈ ഹിന്ദുത്വ ഫാഷിസ്റ്റുകളുടെ ചരിത്രപരമായ ചാർച്ച എന്ന് പറയുന്നത് ഫാഷിസ്റ്റുകൾ, യൂറോപ്പിലെ ഹിറ്റ്ലർ അടക്കമുള്ള യൂറോപ്യൻ ഫാഷിസവുമായിട്ടാണ്. ചരിത്രത്തിൻ്റെ ഒരു വൈരുദ്ധ്യം എന്ന് പറയുന്നത് യൂറോപ്യൻ ഫാഷിസം ഈ ഗ്യാസ് ചാമ്പറുകളിൽ പുകയാക്കി വിട്ടുകളഞ്ഞ ജൂതന്മാരുടെ രാജ്യമാണ്. അങ്ങനെയാണെങ്കിൽ ആ ജൂതരാഷ്ട്രമാണ് ഇസ്രായേൽ എന്ന് പറയുന്നത്. എങ്ങനെയാണോ ഈ ജർമ്മനി തങ്ങളുടെ ന്യൂനപക്ഷ പ്രശ്നത്തെ പരിഹരിച്ചത്, അത് നമുക്ക് നല്ലൊരു മാതൃകയാണെന്ന് പറഞ്ഞ ആചാര്യന്മാരുള്ള സംഘടനയാണ് RSS. പക്ഷേ ഇപ്പോൾ അവർ കണ്ടെത്തുന്നത് ഈ സയനിസവുമായിട്ടുള്ള ചാർച്ചയുണ്ടാക്കുന്നതിൻ്റെ കാരണം അത് മുസ്ലിം വിരുദ്ധത
വളരെ പെട്ടെന്ന് ചേർത്ത് വയ്ക്കാൻ കഴിയുമെന്നുള്ളത് കൊണ്ടാണ്. ഇപ്പോൾ കേരളത്തിലൊക്കെ 3 വീട്ടിൽ വീട് നോക്കി കഴിഞ്ഞാൽ ഒരാൾ ഗൾഫിലുള്ള സ്ഥലത്തും നമ്മൾ ഇസ്രായേൽ ജയിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അടിക്കട കൊല്ലട എന്ന് പറഞ്ഞിട്ട് സംഖ്യകൾ ആർപ്പ് വിളിക്കുന്ന കാഴ്ച നമുക്കിപ്പോൾ കാണാൻ പറ്റുന്നുണ്ട് ഇറാന്റെ ആക്രമിക്കുന്ന ഒരു കാലത്ത്. അത് വെറുതെ അല്ല, അത് ഈ മുസ്ലിം വിരുദ്ധതയുടെ ഭാഗമായിട്ടാണ്. തങ്ങളുടെ മുസ്ലിം വിരുദ്ധതയ്ക്ക് ആഭ്യന്തര രാഷ്ട്രീയ മാർക്കറ്റിലെ മുസ്ലിം വിരുദ്ധതയ്ക്കുള്ള ഏറ്റവും നല്ല പങ്കാളി എന്ന് പറയുന്നത് ഇസ്രായേലാണ് എന്നുള്ളത് കൊണ്ടുകൂടിയാണ്. ഒപ്പം തന്നെ അമേരിക്കൻ സാമ്രാജ്യത്വവുമായിട്ടുള്ള ഏത് തരത്തിലുള്ള ബാന്ധവത്തിനും ഇസ്രായേലുമായിട്ടുള്ള കൂട്ടുകെട്ടില്ലാതെ പറ്റില്ല, പലസ്തീനെ തള്ളിപ്പറയാതെ പറ്റില്ല. അതുകൊണ്ടാണ് മോദി അവിടെ പോയി പറഞ്ഞത്. മോദി ഒരു സ്വതന്ത്ര പരമാധികാര രാജ്യത്തിൻ്റെ തലവനെ അവിടെ കടന്നു കയറി അവിടെ മിലിറ്ററി ഇൻവേഷൻ നടത്തി കൊന്നതാണ് ഇറാനിലെ ഖമനേയിയുടെ വധം. അവിടുത്തെ ആഭ്യന്തര രാഷ്ട്രീയത്തെ നമ്മൾ മാറ്റിവെക്കുന്നു. അതിനെ അപലപിക്കുന്നതിന് വേണ്ടിയിട്ട് ഇപ്പോഴും നേരം വെളുത്തിട്ടില്ല ഇന്ത്യൻ സർക്കാരിന്. ഒരു ഡിപ്ലോമാറ്റിക് ഡീസൻസി എന്നുള്ള രീതിയിൽ കൂടി അത് ചെയ്തിട്ടില്ല. പക്ഷേ സൗദി അറേബ്യയിലും യു എയിൽ അമേരിക്കൻ ബേസിൽ ആക്രമണം നടന്നപ്പോഴോ അല്ലെങ്കിൽ മറ്റൊരു സ്ഥലത്ത് ആക്രമണം നടക്കുമ്പോഴോ ഇന്ത്യ ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുന്നുണ്ട്. വാസ്തവത്തിൽ ഇന്ത്യ ശ്രമിക്കുന്നത് അമേരിക്കൻ സാമ്രാജ്യത്വത്തിനൊപ്പമാണ് ഇന്ത്യൻ ഭരണകൂടം എന്നുള്ളതാണ്. ഇത് 2 തരത്തിൽ ഇന്ത്യ ലോകക്രമത്തിൽ ഇതിനെ നേരിട്ട് ഇപ്പോൾ സ്വാധീനിക്കാൻ കഴിയുന്നതിലും 2 തരത്തിൽ ഇത് സ്വാധീനിക്കാം. അത് ചൈനയ്ക്കുടെ ഒരു എതിരാളിയായിട്ട് ചൈനയ്ക്കെതിരായിട്ടുള്ള ഒരു ലോകക്രമത്തിൽ ഉണ്ടാകുന്ന ഒരു സഖ്യത്തിലേക്ക് ഇന്ത്യയെ കൊണ്ടുവരുന്നത് അത് ഇന്ത്യക്ക് ആശാസ്യമായ ഒരു കാര്യമല്ല. കാരണം ഇപ്പോൾ 3% തീരുവ അങ്ങോട്ടും ഇങ്ങോട്ടും കുറയ്ക്കണമെന്നുള്ളതിന് പോലും ട്രംപ് ഇന്ത്യൻ സർക്കാരിൻ്റെ ഒരു ശ്രമത്തെ പോലും അംഗീകരിക്കാത്തൊരു ഭരണകൂടമാണ് അമേരിക്കയിൽ. അത് ഡെമോക്രാറ്റുകൾ വന്നാലും വലിയ മാറ്റമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. ട്രംപ് ആണെങ്കിൽ കുറെ കൂടി ഭീകരമായ രീതിയിലാണ് അത് കൈകാര്യം ചെയ്യുക എന്ന് മാത്രം. അതായത് ഇന്ത്യക്ക് യാതൊരു വിലപേശൽ സാധ്യതയും ഇല്ലാത്തൊരു സഖ്യത്തിലാണ് ഇന്ത്യ ഇപ്പോൾ പോയി തലവെച്ചു കൊടുത്തിട്ടുള്ളത്. അത് തലവെച്ചു കൊടുക്കുന്നതിനുള്ള കാരണം ഇന്ത്യയുടെ താല്പര്യങ്ങളല്ല, ഇന്ത്യൻ ഭരണകൂടം ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഒന്ന് ആഭ്യന്തരമായി ഇന്ത്യയിലെ രാഷ്ട്രീയാധികാരം ഫാഷിസ്റ്റുകളുടേതാണ്, ഹിന്ദുത്വ ഫാഷിസ്റ്റുകളുടേതാണ്. ഈ ഹിന്ദുത്വ ഫാഷിസ്റ്റുകളുടെ രാഷ്ട്രീയ ഭരണകൂടത്തിൻ്റെ ചർച്ച എന്ന് പറയുന്നത് ഇപ്പോൾ അമേരിക്കൻ സാമ്രാജ്യത്വവുമായിട്ടാണ്. അപ്പോൾ അമേരിക്കൻ സാമ്രാജ്യത്വത്തിൻ്റെ കീഴിലുള്ള ഒരു സാമന്ത രാഷ്ട്രത്തിൻ്റെ സ്വഭാവ വിശേഷങ്ങളാണ് ഇന്ത്യൻ ഭരണകൂടം ഇപ്പോൾ പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ഇന്ത്യക്കും നല്ലതല്ല. മറ്റൊന്ന്, ഇതിൽ തന്നെ ഇന്ത്യ അഭിമുഖീകരിക്കാൻ പോകുന്നൊരു പ്രശ്നം എന്ന് പറയുന്നത് ഇന്ത്യ വലിയൊരു യുദ്ധ ഉപകരണങ്ങളുടെ ആയുധങ്ങളെ വാങ്ങിക്കൂട്ടുന്നതിന് ഇന്ത്യയുടെ സാമ്പത്തിക ശേഷിയെ മുഴുവൻ ഉപയോഗിപ്പിക്കുന്ന ഒരു പരിപാടി കൂടിയാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. ഇപ്പോൾ തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ്. എത്രയോ ലക്ഷക്കണക്കിന് കോടി രൂപയാണ് ഉപയോഗിക്കുന്നത്. ഇത് ഇന്ത്യയോട് മാത്രമല്ല, യൂറോപ്പിലെ രാഷ്ട്രങ്ങളോട് ട്രംപ് പറഞ്ഞിരിക്കുന്നത് നിങ്ങളുടെ GDP 5% നിങ്ങൾ ആയുധങ്ങൾ വാങ്ങാൻ മാറ്റിവെക്കണമെന്നാണ്. അതിനെ ചെറുത്ത് അത് പറ്റില്ല എന്ന് പറഞ്ഞത് ആകെ കൂടി സ്പെയിനിലെ പെഡ്രോ സാഞ്ചസ് ആണ് പറഞ്ഞത്. അവർ ഖമനേയുടെ വധത്തെ അപലപിക്കുകയും ഈ അധിനിവേശത്തിന് വേണ്ടിയിട്ട് തങ്ങളുടെ ബേസ് അവിടെ അമേരിക്കയുടെ 19 വിമാനം മറ്റുണ്ട് അവർക്ക് ഉപയോഗിക്കാൻ, അവിടെ നിന്നുള്ള ഒരു മിലിറ്ററി ബേസ് എയർഫോഴ്സ് സൗകര്യം ഉപയോഗിക്കാൻ അവർ അനുമതി കൊടുത്തില്ല. സ്പെയിൻ അനുമതി കൊടുത്തില്ല ഈ യുദ്ധത്തിന് വേണ്ടിയിട്ട്. ഇറാനെ ആക്രമിക്കുന്നതിന് വേണ്ടി തങ്ങളുടെ സൗകര്യങ്ങൾ ഉപയോഗിക്കാൻ പാടില്ലെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു രാജ്യം മാത്രമേ വന്നിട്ടുള്ളൂ. ബാക്കി രാജ്യങ്ങളോടൊക്കെ അമേരിക്ക പറഞ്ഞിട്ടുള്ള യൂറോപ്യൻ രാജ്യങ്ങൾ ഇത്രയും ആയുധം വാങ്ങണമെന്ന്. നേരത്തെ കേട്ടി വളരെ ശരിയായിട്ട് പറഞ്ഞ പോലെ വാർ ഈസ് പ്രോസ്പെരിറ്റി എന്നുള്ളതാണ്. ഓരോ യുദ്ധവും ഇപ്പോൾ യൂഗോസ്ലാവിയയെ നമ്മൾ ബാൾക്കനൈസേഷൻ എന്ന് പറയുന്ന ആ ജിയോ പൊളിറ്റിക്കൽ പ്രോസസ്സ് ഉണ്ടായ ആ പരിപാടിയിൽ തന്നെ നമുക്ക് കാണാൻ കഴിയുന്നത് ആ യുദ്ധത്തിലാണ് അമേരിക്ക തങ്ങളുടെ പുതിയ ആയുധങ്ങൾ ഓരോന്നും പരീക്ഷിച്ച യുദ്ധം കൂടിയായിരുന്നു അത്. ഈ സെർബിയയിലും അവിടെയുമൊക്കെ അവിടെയാണ് പരീക്ഷിച്ചത്. യുദ്ധത്തിൻ്റെ വിൽപ്പന, അസമാധാനത്തിൻ്റെയും അശാന്തിയുടെയും വിൽപ്പന എന്ന് പറയുന്നത് സാമ്രാജ്യത്വം ഈ പറഞ്ഞ പോലെ മുതലാളിത്തത്തിൻ്റെ ഉയർന്ന രൂപമായതുകൊണ്ട് തന്നെ മുതലാളിത്തത്തിൻ്റെ നിലനിൽപ്പിന് ഈ തരത്തിലുള്ള അസ്വസ്ഥതകളും ഇളകിമറിഞ്ഞ തികച്ചും ഒട്ടും ദൃഢമല്ലാത്ത രീതിയിലുള്ള പോറസ് ബോർഡേഴ്സ് ഉള്ള മാർക്കറ്റുകളും അതിനുണ്ടാവേണ്ടതുണ്ട്. വളരെ ശാന്തമായ, വളരെ സമാധാനപരമായ ഒരു സമയത്ത് ഉള്ളതിനേക്കാൾ കൂടുതൽ വിൽപ്പന സാധ്യതകൾ തങ്ങളുടെ ക്രൈസിസിൻ്റെ സമയത്ത് മുതലാളിത്തം ഉണ്ടാക്കാൻ ശ്രമിക്കും. അത്തരത്തിലുള്ളൊരു ക്രൈസിസ് മുതലാളിത്തത്തിൻ്റെ ഉൽപ്പാദന വ്യവസ്ഥയും അതിൻ്റെ വിപണിയും അഭിമുഖീകരിക്കും ഓരോ ഘട്ടത്തിലും. നേരത്തെ പറഞ്ഞ ഈ കഴിഞ്ഞ തവണത്തെ ആ ബബിൾ പൊട്ടിയപ്പോൾ ഉണ്ടായ പോലെ ഓരോ തരത്തിലും ഇപ്പോഴും അഭിമുഖീകരിക്കുന്നുണ്ട്. ആ ക്രൈസിസിൻ്റെ ഭാഗമായിട്ടാണ് ട്രംപ് പോലും ഉണ്ടാകുന്നത്. ട്രംപ്
മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ എന്ന് പറയുന്ന പ്രോജക്റ്റ് ഉണ്ടാകുന്നത് മുതലാളിത്തത്തിന്റെ നേരെ തിരിച്ചായിരുന്നല്ലോ. ഒരു 10 കൊല്ലം 15 കൊല്ലം വരെയുള്ള ആഗോള മുതലാളിത്തത്തിന്റെ മുദ്രാവാക്യം ഗ്ലോബലൈസേഷനാണ്. എല്ലാ അതിർത്തികളും തുറക്കുക, എല്ലാം തുറന്നിടുക, എല്ലാം അന്താരാഷ്ട്ര ലോകം ഒന്നാവുക, എങ്ങനെ ഒരൊറ്റ മാർക്കറ്റ് ആവുക എന്നുള്ളതായിരുന്നു. ഇപ്പൊ ഞങ്ങളാദ്യം എന്ന് ഓരോ മുതലാളിത്ത രാജ്യവും പറയുന്നു. അപ്പോൾ ഇവർ ഈ പറഞ്ഞത് കേട്ട് തുറന്നിട്ട മാർക്കറ്റുകളെ എല്ലാം ഇവർ ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുക. ഇപ്പോഴും ഇന്ത്യ ആയാലും ശരി, മറ്റ് ഏഷ്യൻ രാജ്യങ്ങളും ലാറ്റിൻ അമേരിക്കൻ, ആഫ്രിക്കൻ രാജ്യങ്ങളായാലും ശരി, ഈ ചൂഷണം വളരെ കൃത്യമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ പ്രതിസന്ധിയുടെ കൂടി ഒരു ഭാഗമാണിത്. ഇത് പറയുമ്പോൾ ഇത് അങ്ങനെയല്ല എന്നൊക്കെ പറയാമെങ്കിലും വാസ്തവത്തിൽ ഇത് മുതലാളിത്ത പ്രതിസന്ധി കൂടിയാണ് ഈ യുദ്ധം ഉണ്ടാക്കുന്നത്. മുതലാളിത്ത പ്രതിസന്ധി എപ്പോഴും റിസോഴ്സസിനെ പരമാവധി ചൂഷണം ചെയ്യുന്നതിലൂടെയാണ് അവർ താൽക്കാലികമായിട്ട് മറികടക്കുക. അധ്വാനത്തെയും വിഭവങ്ങളെയും ചൂഷണം ചെയ്യുന്നതിലൂടെയാണ് മറികടക്കുക. ആ വിഭവം എന്ന് പറയുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് എന്ന് പറയുന്നത് ഓയിലാണ്, എണ്ണയാണ്, ഇന്ധനമാണ്. ഈ ബയോഫ്യൂവലിനെ, ഈ ഓയിൽ ഇൻഡസ്ട്രിയുടെ മറ്റ് രീതിയിൽ നോൺ കൺവെൻഷണൽ എനർജിയിലേക്കുള്ള മറ്റെന്തെങ്കിലും മാറ്റത്തെ വരെ തടസ്സപ്പെടുത്തി നിർക്കുന്നതും ഈ കാലാവസ്ഥാ മാറ്റത്തെ ചെറുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പുതിയ സംവിധാനങ്ങൾ ഉണ്ടാക്കുന്നതിനെയൊക്കെ ചെറുക്കുന്ന ഈ ഓയിൽ ഇൻഡസ്ട്രി അടക്കമുള്ള ലോബീസാണ് അമേരിക്കൻ ഭരണകൂടത്തിന്റെ പിന്തുണയോടുകൂടി ചെയ്യുന്നത്. അപ്പം ഇത് വാസ്തവത്തിൽ ഇത് വലിയൊരു ക്രൈസിസിന്റെ ഭാഗം കൂടിയാണ് ഈ യുദ്ധം. പക്ഷേ അത് അങ്ങനെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ട് നമുക്ക് കൃത്യമത ആണ് എന്ന് മാത്രം പറഞ്ഞു നിർത്താൻ പറ്റില്ല. തീർച്ചയായിട്ടും ഒരു വിശാല മനുഷ്യ നാഗരികതയിലെ നിരവധിയായ അടരുകൾ ഇതിൽ പ്രതിഫലിക്കും എന്നുള്ളത് കൊണ്ട് നേരത്തെ പറഞ്ഞ ഈ നിരവധിയായ കാരണങ്ങൾ ഇതിലുണ്ടാകും. ഒരു കാര്യം കൂടി വേണമെങ്കിൽ കൂട്ടിച്ചേർക്കാം ഈ ചൈനയെക്കുറിച്ച് പറഞ്ഞതുകൊണ്ട് എന്ന് തോന്നുന്നു. ചൈനയുടെ ഇടപെടൽ, ഈ സായുധമായൊരു ഇടപെടൽ അമേരിക്കയുമായി നടത്തുന്നതിന് ഒരു രാജ്യവും എളുപ്പത്തിൽ തയ്യാറാവില്ല. ചൈന എന്ന് പറയുന്നത് ഇന്നേ വരെ വാസ്തവത്തിൽ വിയറ്റ്നാം യുദ്ധത്തിലോ കൊറിയൻ യുദ്ധത്തിലോ ഒക്കെ മറ്റേതെങ്കിലും രീതിയിലുള്ള ഒരു ചെറിയ ഇടപെടൽ എന്നുള്ളതല്ലാതെ മറ്റൊരു രീതിയിൽ ഒരു രാജ്യത്തും സായുധ ഇടപെടലിൽ പങ്കാളിയാകാത്തൊരു രാജ്യമാണ് ചൈന. ചൈന ഇനിയും അതിന് തയ്യാറാകാനുള്ള സാധ്യതയില്ല. ഈ യുദ്ധത്തിൻ്റെ സാമ്പത്തിക പ്രശ്നങ്ങൾ, സപ്ലൈ ചെയിൻ കട്ട് ചെയ്യുന്ന അടക്കം ഉണ്ടാകുമ്പോൾ വരുന്ന പ്രശ്നങ്ങൾ ആദ്യം അഭിമുഖീകരിക്കാൻ പോകുന്ന രാജ്യം ചൈനയാണ്. പക്ഷെ എങ്കിൽ പോലും ചൈന മറ്റൊരു രീതിയിൽ ഇതിനെ അപലപിക്കുന്നു എന്നല്ലാതെ ഇടപെടാനുള്ള സാധ്യത കുറവാണ്. ലോകക്രമം ഒരു യൂണിപോളാർ വേൾഡ് എന്നുള്ള രീതിയിൽ കുറച്ചു കാലം നിന്നു. പിന്നീട് അമേരിക്കയുടെ ആ ശക്തി കുറഞ്ഞെങ്കിൽ പോലും ലോകക്രമം മറ്റൊരു രീതിയിൽ ഇത്തരത്തിലുള്ള സായുധമായ അന്താരാഷ്ട്ര നിയമങ്ങളെ ഒരു തരത്തിലും മാനിക്കാത്ത ഇത്തരത്തിലുള്ള ഈ ഭീകര രാഷ്ട്രങ്ങൾ, ഇസ്രായേലിനെ പോലുള്ള ഒരു ടെററിസ്റ്റ് സ്റ്റേറ്റിന് എന്തും ചെയ്യാൻ പറ്റുമെന്ന് ഗസയിൽ 2 കൊല്ലം നടത്തിയ ആ കൂട്ടക്കൊലയും ഒരു ആധുനിക മനുഷ്യ സമൂഹത്തിന് ചിന്തിക്കാനാവാത്ത വിധത്തിൽ നടത്തിയ ആക്രമണവും തെളിയിച്ചു. അതിൻ്റെ കൂടി പിന്നിലാണ് ലോകം നിശബ്ദമായിരുന്നു. ഗാസയിൽ ഇത് മുഴുവൻ നടക്കുമ്പോൾ ലോകം നിശബ്ദമായിരുന്നു. ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. നിരവധി പ്രമേയങ്ങൾ ഐക്യരാഷ്ട്രസഭയിൽ പാസ്സാക്കിയല്ല, അതൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. ലോകത്തിൻ്റെ മുമ്പിൽ വളരെ കഠിനമായൊരു കാലമാണ് മുമ്പിൽ ഇരിക്കുന്നത്. അത് ലോകത്തെ പലയിടങ്ങളിലും ബഹുജന പിന്തുണയോടുകൂടിയ വലതുപക്ഷ ഫാഷിസ്റ്റുകൾ, ട്രംപ് അടക്കമുള്ള വലതുപക്ഷ ഫാഷിസ്റ്റുകൾ, തീവ്ര വലതുപക്ഷ ഫാഷിസ്റ്റുകൾ അധികാരത്തിലെത്തുന്നു. അവർ ലിബറൽ ഡെമോക്രസിയുടെ നാട്യങ്ങളെപ്പോലും ഉപേക്ഷിക്കുകയും മനുഷ്യരെയും മനുഷ്യനാഗരികതയെയും വലിയ അളവിൽ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും ഇല്ലാതാക്കുക എന്നുള്ളത് തങ്ങളുടെ സ്വാഭാവികമായ ഒരു അധികാരമായിട്ടാണ് അവർ കാണുന്നത്. ഇത് ലോകത്തിന് മുമ്പിൽ വയ്ക്കുന്ന ലോകത്തിൻ്റെ ഭാവിയെ 21ാം നൂറ്റാണ്ട് അസാധ്യമായ വെല്ലുവിളികളെയാണ് ഈ തരത്തിൽ നേരിടുക എന്നുകൂടി കാണേണ്ടതുണ്ട്. ഗൾഫിലുള്ള മിഡിൽ ഈസ്റ്റിലുള്ള പ്രവാസികളുടെ ജീവിതം കേരളത്തിനെ സംബന്ധിച്ച് വലിയ ആശങ്ക ഉണ്ടാക്കിയിട്ടുണ്ട് ഈ യുദ്ധം. വിദേശത്തുള്ള ഇന്ത്യക്കാർ 55% മിഡിൽ ഈസ്റ്റിലാണ് കഴിയുന്നതെന്നാണ് കണക്കുകൾ. അപ്പോൾ അവരുടെ ഈ തൊഴിൽപരമായിട്ടുള്ള ഒരു നിലനിൽപ്പ്, അതുപോലെ പ്രവാസ ജീവിതത്തിനുള്ള അതിൻ്റെ ഒരു നിലനിൽപ്പൊക്കെ എങ്ങനെയാണ് ഏതെങ്കിലും തരത്തിൽ ദീർഘകാലത്തേക്ക് പ്രതികൂലമായിട്ട് ബാധിക്കാനുള്ള സാധ്യത കാണുന്നുണ്ടോ? അല്ല, ഇപ്പോൾ നടക്കുന്ന പ്രശ്നങ്ങൾ അത്തരത്തിലുള്ള ദീർഘകാലത്തേക്കുള്ള ഒരു പ്രശ്നമായിട്ട് തോന്നുന്നില്ല. പക്ഷേ ഒരു പ്രശ്നം ഉണ്ടാകാൻ പോകുന്നത് ഇതിനെ മുസ്ലിം രാഷ്ട്രങ്ങൾ തമ്മിലുള്ള ഒരു യുദ്ധം എന്ന രീതിയിൽ മാറ്റാനുള്ള ഒരു വളരെ ഗൂഢമായിട്ടുള്ളൊരു ശ്രമം നടക്കുന്നുണ്ട്. അപ്പോൾ ഇത് GCC രാജ്യങ്ങളും ഇറാനും തമ്മിലുള്ള യുദ്ധമാണ് എന്ന രീതിയിൽ അങ്ങനെയാണ് മോദി പറയുന്നത്. അപ്പോൾ അത് എന്തുകൊണ്ട് നിങ്ങൾ തിരിച്ചടിക്കുന്നില്ല, എന്തുകൊണ്ട് അതിനെ അപലപിക്കുന്നുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു 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 സാധനം ഉണ്ടാക്കിക്കൊണ്ടുണ്ടാകാനുള്ള ഒരു ശ്രമം നടക്കുന്നുണ്ട്.
അപ്പോൾ എന്തുകൊണ്ടാണ് മിലിറ്ററി ഇൻസ്റ്റലേഷൻ മാത്രമല്ല ആക്രമിക്കുന്നത്? നമുക്ക് അറിയാം, മറ്റു ചില കേന്ദ്രങ്ങളിലേക്ക് പോലും ആക്രമണങ്ങൾ വ്യാപിക്കുന്നുണ്ട്. അപ്പം അതിൻ്റെ പിന്നിൽ എന്ത്? ഇപ്പൊ ചില കോൺസ്പിറസി തിയറികളൊക്കെ പറയുന്നുണ്ട്. കാരണം ഇസ്രായേൽ പറയുന്നത് അവരുടെ ചാരശൃംഖല കൃത്യമായിട്ട് ഇറാനിലുണ്ട് എന്നാണല്ലോ. അങ്ങനെയാണല്ലോ അവർക്ക് നേതാക്കന്മാരെയൊക്കെ പറയുന്നത്. ആ ചാരശൃംഖലയുടെ സാന്നിധ്യം ഈ ആക്രമണങ്ങളിൽ ഉണ്ടോ എന്നുള്ള രീതിയിലുള്ള ചില ചിന്തകളൊക്കെ ഉണ്ട്. അത് ഒരു ആരോപണങ്ങളായിരിക്കാം. എങ്കിലും അങ്ങനെ ഒരു മാറുകയാണെങ്കിൽ അത് ഇറാനും മറ്റ് GCC രാജ്യങ്ങളും തമ്മിലുള്ള യുദ്ധം. കാരണം GCC രാജ്യങ്ങൾക്ക് സ്വന്തമായിട്ട് ഇറാനെ ആക്രമിക്കുക എന്നുള്ളത് അസാധ്യമായ കാര്യമാണ്. തീർച്ചയായിട്ടും പുറമേ നിന്നുള്ള സഹായം ഉണ്ടാകും. അങ്ങനെ ഒരു മാറുകയാണെങ്കിൽ ഇപ്പോൾ കാണുന്ന രീതിയിലുള്ള, ഇപ്പോൾ ഏകദേശം നോർമൽസി സ്ഥാപിച്ച അവസ്ഥ പോലെയാണ് ഈ ഫ്ലൈറ്റുകളൊക്കെ വരുന്നുണ്ട്. ഇപ്പം ഇറാൻ അവരുടെ ആക്രമണം തുടരുകയും അവർക്ക് ഈസിയായി ടാർഗറ്റ് ചെയ്യാൻ പറ്റുന്നത് ഇവരെ മാത്രമാണ്. അപ്പം അങ്ങോട്ടുള്ള ആക്രമണങ്ങൾ ഉണ്ടാവുകയും അവിടുന്ന് തിരിച്ചടി ഉണ്ടാവുകയും അത് മിലിറ്ററി ഇൻസ്റ്റലേഷൻ അല്ലാതെ തന്നെയുള്ള മറ്റ് മേഖലകളിലേക്ക് വ്യാപിക്കുകയും ചെയ്യുകയാണെങ്കിൽ അത് വളരെ ഗുരുതരമായിട്ടുള്ള പ്രതിഫലനം ഉണ്ടാവും. നമുക്കറിയാം, ഇത് നമ്മുടെ ഇക്കോണമി തന്നെ സസ്റ്റെയിൻ ചെയ്യുന്നത് അങ്ങനെയാണ്. അപ്പം അത് മാത്രമല്ല, നമ്മുടെ ഒരുപാട് ഘടകങ്ങളുണ്ട് അതിൽ. അപ്പം അത് ആ ഒരു തലത്തിലേക്ക് അത് വളർന്നിട്ടില്ല. അപ്പോൾ നേരെ മറിച്ച് ഇങ്ങനെ വരികയാണെങ്കിൽ ഈ ഒരു ആക്രമണ രീതി തന്നെയാണ് ഇറാൻ പിന്തുടരുന്നതെങ്കിൽ അത് വഷളാവാനാണ് സാധ്യത കൂടുതൽ. അങ്ങനെ ഒരു ഘട്ടം വരികയാണെങ്കിൽ തീർച്ചയായും കേരളത്തിനെ വളരെ പ്രതികൂലമായി ബാധിക്കാനിടയുണ്ട്. ഒരു കച്ചവട സാധ്യതകൾ, ജിയോ പൊളിറ്റിക്കലായിട്ടുള്ള മേഖലകളിൽ നിന്നുള്ള അതിന്റെ സ്വാധീനം, ഇതെല്ലാം നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. മതം, പ്രത്യേകിച്ച് ഒരു ഗ്രേറ്റർ ഇസ്രായേൽ പ്രോജക്റ്റ് എന്ന് പറയുന്നത് നേരത്തെ അദ്ദേഹം പറഞ്ഞതുപോലെ ബിബ്ലിക്കലായിട്ടുള്ള ഒരു സംഗതി, വിശ്വാസമാണ് അതിന്റെ കോർ എന്ന് പറയുന്നത്. ഇപ്പുറത്തെ ഇറാനിലേക്ക് വരുന്ന സമയത്ത് അവിടെയും ഒരു മതരാഷ്ട്രവാദത്തിന്റെ വിശ്വാസാധിഷ്ഠിതമായിട്ടുള്ള ഒരു സംഗതി നിലനിൽക്കുന്നുണ്ട്. ഇപ്പൊ കേരളത്തിലെ പ്രതികരണങ്ങളൊക്കെ നോക്കുന്ന സമയത്ത് ഒരു ക്രിസ്ത്യൻ മുസ്ലിം കോൺഫ്ലിക്റ്റ് എന്നുള്ള രീതിയിൽ ഇതിനെ ചിത്രീകരിക്കാനായിട്ട്, ഒരു സയൻസ്ഡ് ഇസ്ലാം യുദ്ധം എന്നുള്ള രീതിയിൽ ഇതിനെ ചിത്രീകരിക്കാനായിട്ടുള്ള ശ്രമം നടക്കുന്നുണ്ട്. ഇറാനില് കുറച്ച് കാലമായിട്ട് ഈ പറയുന്ന മതരാഷ്ട്രവാദത്തിന്റെ കടുംപിടുത്തങ്ങളോട് നടത്തുന്ന, അതിന്റെ തദ്ദേശീയരായ ജനത നടത്തുന്ന ഒരു പ്രതിരോധത്തിന്റെ ഭാഷയിലുള്ള പ്രകടനങ്ങളും സംഗതികളൊക്കെ ഉണ്ട്. ഇത് മൂന്നും കൂടെ ചേർത്ത് വായിക്കുമ്പോൾ വിശ്വാസം എന്നുള്ളത്, ബാക്കി എല്ലാ സംഗതികളും നിലനിൽക്കുമ്പോൾ തന്നെ ഇതിന്റെ ഒരു എങ്ങനെയായിട്ട് ഇത് ഉരുത്തിരിഞ്ഞു വരാൻ പോകുന്നത്, ഈ വിശ്വാസങ്ങൾ തമ്മിലുള്ള കോൺഫ്ലിക്റ്റ്, മതം എത്രത്തോളം ഇതിനകത്ത് സ്വാധീനം ചെലുത്തുന്നുണ്ട്? മനില ഈ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം പറയുക എന്ന് പറയുന്നത് വളരെ സങ്കീർണമായ ഒരു സാഹചര്യത്തെ, ഒരു പ്രതിഭാസം രൂപപ്പെട്ടു വരുന്നതിൽ അതിലെ കേന്ദ്ര ഘടകമായി വർദ്ധിക്കുന്നത് എന്താണോ അതിനെതിരായിട്ടേ നമുക്ക് കൃത്യമായൊരു നിലപാട് സ്വീകരിച്ച് മുന്നോട്ട് പോകാൻ പറ്റൂ. അതുവഴിയാണ് മറ്റെല്ലാത്തിനെയും നമുക്ക് പരിഹരിക്കാൻ കഴിയുക. ഇപ്പോൾ ദി ജൂയിഷ് സ്റ്റേറ്റ് എന്ന് പറയുന്ന പുസ്തകത്തിലാണ് ഈ മഹാ ഇസ്രയേലിനെ കുറിച്ചുള്ള സങ്കല്പം, അതിന് വളരെ മിത്തിക്കലായ ബൈബിളിൻ്റെ പഴയ നിയമത്തെ ഉദ്ധരിച്ചുകൊണ്ടുള്ള സങ്കല്പം തിയോഡർ ഹെർസൻ അവതരിപ്പിക്കുന്നത്. ആ പുസ്തകം നമ്മുടെ ക്രൈം നന്ദകുമാറിനെ പോലെയൊക്കെയുള്ള ഒരാൾ എഴുതിയ പുസ്തകമായിട്ട് പോവുമായിരുന്നു, ഒരു ക്രിമിനൽ പുസ്തകമായിട്ട് പോവുമായിരുന്നു. ഇത് പോകാതിരുന്നത് എന്തുകൊണ്ടാണ്? ആ പുസ്തകം പ്രസിദ്ധീകരിക്കാനും ജൂതരെ സംഘടിപ്പിക്കാനും ജൂയിഷ് ബൂർഷാസി മുന്നോട്ട് വന്നു. സയനിസം എന്നത് ജൂയിഷ് മുതലാളിമാരുടെ, ജൂയിഷ് ബൂർഷാസിയുടെ പ്രത്യയശാസ്ത്രമാണ്. നമുക്കറിയാം, ഇപ്പം മുതലാളിത്തത്തിൻ്റെ സാമ്പ്രദായത്വ ഘട്ടത്തിലേക്കുള്ള ഒരു പരിണാമ ഘട്ടത്തിൽ ഈ ബാങ്ക് മൂലധനവും വ്യവസായ മൂലധനവും ഒക്കെ ചേരുന്ന ഒരു പ്രക്രിയയിൽ വളരെ നിർണായകമായ അതിൻ്റെ സാധ്യതകളെ കണ്ടെത്തി വളർന്നു വന്ന ബാങ്കർമാരാണ് ഈ ജൂയിഷ് സ്റ്റേറ്റിനെ കുറിച്ചുള്ള സങ്കല്പം കൊണ്ടുവന്നത്. ഇപ്പോൾ റോത്ത്ശൈൽഡ് നേരിട്ട് മുൻകൈയെടുത്താണ് ബ്രിട്ടീഷ് പ്രതിരോധ വകുപ്പും വിദേശകാര്യ വകുപ്പും ഒക്കെ ആയിട്ട് ചിന്തിച്ച് ഈ ലോകത്താകെ ചിതറിക്കിടക്കുന്ന ജൂതരെ നമുക്ക് എന്ത് ചെയ്യണം? ഒന്നിപ്പിക്കണം. അപ്പോൾ ജൂതരെ ഒന്നിപ്പിക്കണം എന്നുള്ളതിന് അങ്ങനെ വളരെ അലസമായ പല ഉത്തരവുണ്ട്. ഉഗാണ്ടയിൽ കൊണ്ടുപോകുക, ഇങ്ങനെയൊക്കെയുള്ള പല ഉത്തരങ്ങളുണ്ടായിരുന്നു. പക്ഷേ ജൂയിഷ് ക്വസ്റ്റ്യൻ ഒരു പൊളിറ്റിക്കൽ ക്വസ്റ്റ്യനാണ്. പൊളിറ്റിക്സ് എന്ന് പറയുന്നത് കൃത്യമായ രാഷ്ട്രീയ സമ്പദ്ശാസ്ത്രത്തിൻ്റെ കേന്ദ്രീകരണമാണ്, സാന്ദ്രീകരണമാണ്. എന്താണ് ജൂയിഷ് ബൂർഷാസിക്ക് ഇങ്ങനെ മെഡിറ്ററേനിയൻ കടലിൻ്റെ തീരത്തുള്ള ഈ ഇസ്രയേൽ
അവിടെ തന്നെ വേണം എന്ന് തീരുമാനിക്കാൻ? ബൈബിളിക്കലായിട്ട് നമുക്ക് വേണമെങ്കിൽ കുറച്ച് കാര്യങ്ങൾ പറയാം, പക്ഷെ അവിടെ തന്നെ ആവണം അതെന്ന നിർബന്ധം. ജൂതരുടെ ഒരു രാഷ്ട്രം ഉണ്ടാകുന്ന അവിടെ തന്നെ ആവണം. കാരണം അപ്പോഴേക്ക് ലെനിൻ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഇതേ ഒരു സന്ദർഭത്തിൽ നമ്മളിപ്പം മതത്തെക്കുറിച്ചൊക്കെ ചർച്ച ചെയ്യുമ്പം ഈ തുർക്കി സുൽത്താനേറ്റിനെ തകർക്കാനായിട്ട് ഈ പാശ്ചാത്യ മുതലാളിത്ത ശക്തികളാകെ ഒന്നിച്ചു നിന്ന് അവിടെ ജനാധിപത്യമില്ല, അവിടെ ഭയങ്കര ഭീകരതയാണ്, അതുകൊണ്ട് ഈ ഖിലാഫത്തിനെ തകർക്കണം എന്ന് പറഞ്ഞുകൊണ്ട് വലിയ ക്യാമ്പയിനുകൾ ആരംഭിച്ചു. ലെനിൻ 1907 പ്രൊളിറ്റേറിയയിൽ ഈ സംഭവങ്ങളെ നിരീക്ഷിച്ചുകൊണ്ട് ലേഖനം എഴുതുന്നത്. അപ്പോൾ ലെനിൻ പറഞ്ഞു, ഇങ്ങനെ ഈ പാശ്ചാത്യ സാമ്രാജ്യത്വ ശക്തികളെല്ലാവരും ഒന്നിച്ചു ചേർന്നിട്ട് ഈ തുർക്കിയിൽ ജനാധിപത്യം കൊണ്ടുവരണമെന്ന് പറയുന്നുണ്ട്. അതിൽ ലിബറലുകളായ നമ്മളെ ആളുകളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഭയങ്കരമായിട്ട് സന്തോഷം കണ്ടെത്തുന്നുണ്ട്, അതാണ് വേണ്ടത് എന്ന് ചിന്തിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മളൊരു കാരശ്ശേരി മാഷ ലെവലിലുള്ള ആളുകളൊക്കെ അന്ന് പറയാൻ തുടങ്ങി, എന്ത് നിങ്ങൾ എഡിറ്റ് ചെയ്യേണ്ടത് ലെവലിലുള്ള ആളുകളൊക്കെ പറയാൻ തുടങ്ങി, എന്ത് അവിടെ ജനാധിപത്യം പുനഃസ്ഥാപിക്കാൻ വേണ്ടിയാണ് ഖിലാഫത്ത് അവസാനിപ്പിക്കുന്നത്, അപ്പോൾ ഖലീഫയെ നിഷ്കാസിതനാക്കുന്നത്, അതിനുവേണ്ടി തുർക്കിയിൽ വലിയ പിന്തുണ കൊടുക്കണമെന്നൊക്കെ പറഞ്ഞു. തുർക്കി ഇറാനെക്കുറിച്ച് ഇപ്പം നമ്മൾ ചർച്ച ചെയ്തതുപോലെ തന്നെ ആഭ്യന്തരമായി വലിയ ജനാധിപത്യ നിഷേധമുണ്ട്, മതത്തിൻ്റെ വളരെ ഫണ്ടമെൻ്റലായ മൂല്യങ്ങളെയൊക്കെ വെച്ചുകൊണ്ടുള്ള ഭരണം. പക്ഷേ ലെനിൻ പറഞ്ഞു അതൊക്കെ വേറെ കാര്യമാണ്, യഥാർത്ഥത്തിൽ തുർക്കി സുൽത്താനേറ്റിന് കീഴിലാണ് എണ്ണ കണ്ടെത്തിയിരിക്കുന്നത്. ലോകത്തിലെ പ്രധാനപ്പെട്ട എണ്ണ നിക്ഷേപങ്ങളൊക്കെ ഉള്ളത് ഈ ഭൂപ്രദേശത്താണ്. അപ്പോൾ ആ ഭൂപ്രദേശത്തെ തങ്ങളുടെ പരിധിയിൽ കൊണ്ടുവരണം. അതിനു വേണ്ടിയുള്ള ബ്രിട്ടീഷ് പെട്രോളിയത്തിൻ്റെയും ഫ്രഞ്ച് പെട്രോളിയത്തിൻ്റെയും റോക്ക്ഫെല്ലറുടെയും, ലെനിൻ്റെ പുസ്തകത്തിൽ ഈ ആഗോള ചിലന്തി എന്ന് പറയുമ്പോൾ റോക്ക്ഫെല്ലറെയാണ് ലെനിൻ എടുത്തു പറയുന്നത്, സ്റ്റാൻഡേർഡ് ഓയിലിനെയാണ്. ഈ സ്റ്റാൻഡേർഡ് ഓയിലിൻ്റെയൊക്കെ താല്പര്യമാണ് ഈ തുർക്കി സുൽത്താനേറ്റിനെ അസ്ഥിരീകരിക്കുന്നത്. അതിന് സമാനം തന്നെയായിരുന്നു പിൽക്കാലത്ത് ലോകത്തിൻ്റെ മേധാവിത്വത്തിലേക്ക് അമേരിക്ക വളർന്നു വരുമ്പം, ബ്രിട്ടന് പകരം അമേരിക്ക വളർന്നു വരുമ്പം അമേരിക്ക ഒരു ലോകശക്തിയായിട്ട് മാറുന്നൊരു ചരിത്ര പ്രക്രിയക്ക് അകത്താണ് എന്ത് ചെയ്യുന്നത്, ബ്രിട്ടനും അമേരിക്കയും ചേർന്നുകൊണ്ട് ഈ പലസ്തീൻ മണ്ണിൽ ഇങ്ങനെ ഒരു ഔട്ട് പോസ്റ്റ് ഉണ്ടാക്കിയാൽ മാത്രമേ രക്ഷയുള്ളൂ. അതുകൊണ്ട് പലസ്തീനെക്കുറിച്ചുള്ള പഠനങ്ങളിലൊക്കെ അതിൻ്റെ വിശദാംശങ്ങളോട് കൂടിയുള്ള അന്നത്തെ 1800കളുടെ പകുതിയിൽ തന്നെ അവിടെ കോൺസുലേറ്റ് സ്ഥാപിക്കുന്നതും ഈ മേഖല ലക്ഷ്യം വെച്ചുകൊണ്ട് ജൂതരുടെ സെറ്റിൽമെൻറ്റ് നടത്തുന്നതിനെക്കുറിച്ചൊക്കെ തന്നെയുള്ള ബ്രിട്ടീഷ് രേഖകൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. ഔദ്യോഗികമായ ചരിത്രരേഖകളായിട്ട് തന്നെ നമ്മുടെ മുമ്പിലുണ്ട്. അപ്പോൾ കൃത്യമായിട്ട് ഈ പലസ്തീൻ മണ്ണിൽ ഇസ്രയേൽ ഉണ്ടാക്കുന്നത് ഒരു വിശ്വാസത്തെ, ഈ ബൈബിളിൻ്റെ ഈ പഴയ നിയമത്തിലെ ഈ വാഗ്ദത്ത ഭൂമിയെക്കുറിച്ചുള്ള സങ്കല്പത്തെ വലിയ രീതിയിൽ ഉദ്ദീപിപ്പിച്ചെടുക്കുന്നത് ഇവിടെ എണ്ണയുള്ളത് കൊണ്ടാണ്. ഈ മേഖല തന്ത്രപ്രധാനമായ വാണിജ്യ മേഖലയായതുകൊണ്ടാണ്. അപ്പോൾ കൃത്യമായിട്ട് അതാരുടെ താല്പര്യമായിരുന്നു, ജൂയിഷ് ബൂർഷാസി ഉൾപ്പെടെയുള്ള പാശ്ചാത്യ സാമ്രാജ്യത്തോയി ചേർന്ന, ഇപ്പോൾ റോത്ത്ചൈൽഡ് എന്ന് പറയുന്ന ബാങ്കർ എന്ന് പറയുന്നത് യൂറോപ്പിലെ ഫ്രാൻസിലും ഇംഗ്ലണ്ടിലുമൊക്കെ ഏറ്റവും വലിയ ബാങ്ക് ഉണ്ടായിരുന്ന ആളുകളാണ്. നമ്മളിന്ന് അമേരിക്കൻ ബാങ്കുകളെക്കുറിച്ചൊക്കെ പറയുന്നത് പോലെ ഈ 20ാം നൂറ്റാണ്ടിൻ്റെ ആദ്യത്തിലും 19ാം നൂറ്റാണ്ടിൻ്റെ അവസാന കാലത്തും ബാങ്കിങ് മേഖലയിലെ ഏറ്റവും മുൻനിരയിലുള്ള വളരെ അഗ്രസീവായ ഒരു ഫൈനാൻസ് കുത്തകയായിരുന്നു, ഒരു ഒലിഗാർക്കിയായിരുന്നു അവർ ഈ റോത്ത്ചൈൽഡ് മുൻകൈ എടുത്തുകൊണ്ടാണ് ഇദ്ദേഹത്തെ. അതുപോലെ ഇപ്പോൾ ജൂയിഷ് ഫണ്ട് ഉണ്ടാക്കി, ഈ പലസ്തീൻ ഭൂമിയിൽ സ്ഥലം വാങ്ങിച്ച് അവിടെ ജൂതന്മാരുടെ സെറ്റിൽമെൻറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ജൂയിഷ് ഫണ്ട് ഉണ്ടാക്കി. ആ ഫണ്ടിലേക്ക് സംഭാവന ചെയ്ത ആരാണ്? ലോകത്തെല്ലായിടത്തുള്ള ജൂത മുതലാളിമാരാണ്. ഇന്ന് പലസ്തീൻ മണ്ണ് ജൂതരുടെ ഒരു ഭൂമിയാക്കി അവശേഷിക്കുന്ന വെസ്റ്റ് ബാങ്കും ഗാസയും കൂടി പിടിച്ചെടുത്ത് ഈ മഹത്തായ മഹാ ഇസ്രയേൽ സാക്ഷാത്കരിക്കാൻ വേണ്ടി ആരാണതിന് പിറകിലുള്ളത്? അതിൻ്റെ പിറകിൽ വളരെ കൃത്യമായിട്ട് ഈ സാമ്രാജ്യത്വ മൂലധന ശക്തികളാണ് നമുക്കറിയാം. ആ കാര്യത്തിൽ ബ്രിട്ടനും അമേരിക്കക്കും ഫ്രാൻസിനും ഒന്നും തമ്മിൽ യാതൊരു അഭിപ്രായം, അവർ ഒന്നിച്ച് നിൽക്കുകയാണ്. ഐക്യരാഷ്ട്രസഭയിൽ എത്രയോ പ്രമേയങ്ങൾ വന്നിട്ട് എല്ലാം എന്താണ്, വിറ്റോ ചെയ്യപ്പെടുകയാണ് ചെയ്തത്. അംഗീകൃത പ്രമേയങ്ങൾ തന്നെയാണ് എല്ലാം തന്നെ എന്താണ്, ലംഘിക്കപ്പെടുകയാണ് ചെയ്തത്. അപ്പോൾ കൃത്യമായിട്ട് മതത്തെയും വിശ്വാസത്തെയും ഒക്കെ എന്താണ്, മൂലധനം അതിൻ്റെ താല്പര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുമ്പോഴാണ് അതെന്താവുന്നത്, ഒരു അപകടകരമായ പ്രത്യയശാസ്ത്രമായിട്ട് മാറുന്നത്. അപ്പം നമുക്ക് ഇറാൻ പോലുള്ള ഒരു സമൂഹത്തിനകത്തെ ചരിത്രപരമായി നിലനിൽക്കുന്ന ഈ വിശ്വാസമൊക്കെയായി ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു ആത്മീയ അവസ്ഥയെ, ഇപ്പോൾ ഇവിടെ പ്രശാന്ത് സൂചിപ്പിച്ച ചില കാര്യങ്ങളുണ്ടല്ലോ. അപ്പം നമുക്ക് ഈ ഷിയ സുന്നി തർക്കങ്ങൾ പോലും, ഷിയ സുന്നി വിഭിന്നത എന്നൊക്കെ പറയുന്ന ഈ വിഭിന്നത എന്നൊക്കെ പറയുന്ന ഇതൊക്കെ തന്നെ എന്താണ്, പിൽക്കാലത്ത് ഡെവലപ്പ് ചെയ്തുകൊണ്ടാണ്. ഹൈജാസ് അഹമ്മദൊക്കെ ഈ പൊളിറ്റിക്കൽ ഇസ്ലാമിനെക്കുറിച്ച് പഠിക്കുമ്പോൾ അദ്ദേഹം അത് വിശകലനം ചെയ്യുമ്പോൾ ചൂണ്ടിക്കാണിക്കുന്ന ഷിയ സുന്നി ഭിന്നതകൾ
ഏറ്റവും തീക്ഷ്ണമാക്കി കൊണ്ടുവരുന്ന എന്തിനു വേണ്ടിയാണ്? ഈ പശ്ചിമേഷ്യൻ മേഖലകളിൽ ജനങ്ങൾക്കിടയിൽ വൈരുദ്ധ്യങ്ങളുണ്ടാക്കി, അവർക്കിടയിൽ ശത്രുത പടർത്തി, അവരെ തമ്മിലടിപ്പിച്ച് അതിനെ ഡീസ്റ്റെബിലൈസ് ചെയ്യുക എന്നൊരു രാഷ്ട്രീയ അജണ്ടയാണ്. ശക്തമായ ഭരണകൂടങ്ങൾ അവിടെ ഉണ്ടാവരുത്. ആ ശക്തമായ ഭരണകൂടങ്ങൾ നിലക്ക് ഇറാൻ വന്നപ്പോൾ അതിനെ അസ്ഥിരീകരിക്കാനും തകർക്കാനുമുള്ള സാമ്രാജ്യത്വ ഇടപെടലുണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ലിബിയയിലും അതേപോലെ തന്നെ ലെബനിലും ഒക്കെ നമ്മൾ ഇപ്പോൾ ഈ ഹിസ്ബുള്ള എന്നൊക്കെ പറയുന്ന സംഘടന എന്താണ്? ഹിസ്ബുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ചേർന്നാണ് അവിടെ ഗവൺമെൻറ് ഉണ്ടാക്കിയത്. ഹിസ്ബുള്ള ആളുകൾക്ക് ഷിയ വിശ്വാസമുള്ള ആളുകളായിരിക്കും. പ്രത്യേകിച്ച് അവർക്ക് പിന്തുണ കൊടുത്തിരുന്നത് സിറിയയും ഇറാനുമൊക്കെയാണ്, ഷിയ വിശ്വാസമുള്ളവർക്ക്. പക്ഷെ അവരുടെ ഭരണപരമോ അവരുടെ സംഘടനയുടെ ദ നെയിം ഓഫ് ഗോഡ് എന്നൊക്കെയാണ് സംഘടനയുടെ പേര്, ഹിസ്ബുള്ള. അത് ഉണ്ടാക്കിയ ആളാരാണ്? അതുണ്ടാക്കിയ ആൾ 1981 ഈ ഷാറ്റില ഷാബ്ര അഭയാർത്ഥി ക്യാമ്പിൽ ഇസ്രയേൽ നടത്തിയ കൂട്ടക്കൊല, ആ കൂട്ടക്കൊലയിൽ അവശേഷിച്ച അനാഥരായ കുഞ്ഞുങ്ങളാണ്. അവർ വളർന്നു വന്നതിന് ശേഷം ഉണ്ടാക്കിയതാണ്. ഇപ്പോൾ ഈ അടുത്ത് കൊല്ലപ്പെട്ട ഹിസ്ബുള്ളയുടെ നേതാവുണ്ടല്ലോ, നസറുള്ള ഉൾപ്പെടെയുള്ള ആളുകൾ ഈ അഭയാർത്ഥി ക്യാമ്പിൽ വളർന്നു വന്നവരാണ്. അഭയാർത്ഥി ക്യാമ്പുകളിൽ നിന്ന് വിദ്യാഭ്യാസം നേടിയവരാണ്. അവരാണ് ആ സംഘടന ഉണ്ടാക്കിയത്. ഇപ്പോൾ ഈ പലസ്തീൻ ഐക്യദാർഢ്യ സമ്മേളനം ഈ അടുത്ത സമയത്ത് ലെബനനിൽ നടന്നിരുന്നു. ഇവിടെ നമ്മുടെ VP ഷാനുവൊക്കെ അതിൽ SFI പ്രതിനിധീകരിച്ച ആ സമ്മേളനത്തിൽ പോയിരുന്നു. അപ്പോൾ ഹിസ്ബുള്ളയുടെ നേതാക്കന്മാരുമൊക്കെ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ അവർക്ക് ഈ പറയുന്ന മതമൊന്നുമില്ല. അവർ കടുത്ത സാമ്രാജ്യത്വ വിരുദ്ധരാണ്, കടുത്ത ഇസ്രയേൽ വിരുദ്ധരാണ്. ഇസ്രയേലും സാമ്രാജ്യത്വവും ചേർന്ന് അറേബ്യയുടെ പൗരാണികമായ സംസ്കൃതിയെയും മനുഷ്യരുടെ വർത്തമാന ജീവിതത്തെയും ആകെ തകർത്തു കഴിഞ്ഞു. അതിന് പ്രതികാരം ചോദിക്കണം, അത് അവസാനിപ്പിക്കണം എന്ന് ചിന്തിക്കുന്ന ഒരു സംഘടന തന്നെ ടോട്ടൽ എന്താണ്? മിലീഷ്യയാണ്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒരു സംഘടന തന്നെ എന്താണ്? ടോട്ടൽ സൈന്യമാവുകയാണ്. ആ രീതിയിൽ നമ്മൾ കാണുമ്പം ഈ മതത്തെയും വിശ്വാസത്തെയൊക്കെ ഉപയോഗിച്ചുകൊണ്ടുള്ള വളരെ അപകടകരമായ രീതിയിൽ മനുഷ്യരെ ചേരിതിരിക്കുന്നത് ഒരു സാമ്രാജ്യത്വ തന്ത്രമാണ്. പക്ഷെ നമ്മളിന്ന് കാണുന്നത് ഇന്നത്തേത് പോലുള്ള ഒരു കാലത്ത് എന്താണ് ഈ വലിയ രീതിയിലുള്ള റിവൈവലിസം വലിയ രീതിയിൽ നമ്മുടെ സമൂഹത്തിൽ സ്വാധീനം നേടി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ റിവൈവലിസത്തിൻ്റെ ഒരു ബലം എന്താണ്? സാധാരണ ആളുകളുടെയൊക്കെ പൊതുബോധം ഇസ്ലാമോ ഹിന്ദുവോ ഒക്കെ ആയിട്ട് മാറും എന്നുള്ളതാണ്. കേരളത്തിൽ നമ്മൾ നേരിടുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്താണ്? മതത്തോടും സമുദായത്തോടും എന്നുള്ള താല്പര്യമല്ല. സമുദായങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോകുന്ന പള്ളിക്കൂടങ്ങൾ, വിദ്യാഭ്യാസം നടത്താനുള്ള കച്ചവടം, സമുദായങ്ങൾക്ക് ഇവിടെ ആരോഗ്യ ചികിത്സാ കേന്ദ്രങ്ങൾ നടത്താനുള്ള അവകാശം, അതൊക്കെ നഷ്ടപ്പെട്ടു പോകുമ്പോൾ എന്താണ്? ഖത്തറിൽ സമ്മേളനം നടക്കും. ആ സമ്മേളനത്തിൽ കെ ഷാജിയെ പോലുള്ള സുഹൃത്തുക്കൾ പോയി പ്രസംഗിക്കും. 9 കൊല്ലം കൊണ്ട് നമുക്ക് നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചു പിടിക്കണം. ഈ സമുദായത്തിന്, ഏത് സമുദായത്തിന്? കേരളത്തിൽ 10 വർഷക്കാലം കൊണ്ട് ഒറ്റ അൺഎയ്ഡഡ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകൾക്ക് NOC കൊടുത്തിട്ടില്ല. അപ്പോൾ ആ NOC കിട്ടണം, കെട്ടിടമുണ്ടാക്കി വെച്ചിരിക്കുക. ഇതാണ് സമുദായം, ഇതാണ് മതം. അതായത് ഞാൻ പറയുന്നത് ഇത്രയേ ഉള്ളൂ. മൂലധനത്തിൻ്റെ, ബിസിനസ്സിൻ്റെ താല്പര്യങ്ങളിലേക്ക് മതം അതിൻ്റെ ആത്മീയമായ ആദർശഭാവം മുഴുവൻ നഷ്ടപ്പെടുത്തി ചുരുക്കിയെടുക്കുകയാണ് വർഗീയവാദികൾ ചെയ്യുന്നത്. അതാണ് ലോകത്താകെ ഈ മതത്തെ. ഇപ്പം ഈ താലിബാനെക്കുറിച്ചുള്ള വളരെ പ്രധാനപ്പെട്ട പഠനങ്ങൾ വന്നിട്ടുണ്ട്. ഇപ്പം മുഹമ്മദ് റാഷിദിൻ്റെ തന്നെ ഈസ്റ്റേൺ ഇക്കണോമിക് റിവ്യൂവിൻ്റെ മധ്യേഷ്യൻ ലേഖനാണ്. താലിബാനെക്കുറിച്ചുള്ള ഏറ്റവും ആധികാരികമായ പഠനമാണ്, ഏറ്റവും ഒബ്ജക്റ്റീവായ പഠനമാണ്. അദ്ദേഹം ആ പഠനത്തിൽ വളരെ വ്യക്തതയോട് പറയുന്നത്. ഞാൻ ഒസാമ ബിൻ ലാദൻ പഠിച്ച സർവകലാശാലയിലൊക്കെ എനിക്ക് പോകാൻ അവസരം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം വളരെ ശാന്തനായ ഇസ്ലാമിൻ്റെ ഒരു വിശ്വാസധാരയിൽ വളരെ അതിൽ വിലയിച്ചു കഴിഞ്ഞൊരു മനുഷ്യനായിരുന്നു. അന്നത്തെ സൗദി രാജകുടുംബം തുർഗ് ബിൻ ഫൈസലിനെ ഇവിടെ ഈ താലിബാനെ നയിക്കാൻ വേണ്ടി, ഈ മുജാഹിദ് മിലിറ്ററിയെ നയിക്കാൻ വേണ്ടി നിയമിക്കണമെന്നാണ് CIA മേധാവി വില്യം ഗാസി അന്ന് ആവശ്യപ്പെട്ടത്. അതിനുവേണ്ടി സൗദി രാജാവിനെയൊക്കെ ഇവർ പോയി കണ്ടു. അവർ ചർച്ച ചെയ്തപ്പോൾ എന്താണ്? ഒരു രാജകുടുംബത്തിനൊരു അംഗത്തെ വിട്ടുതരാൻ പറ്റില്ലെന്ന് പറഞ്ഞു. പണ്ടൊരു അനുഭവം രാജകുടുംബത്തിനുണ്ടായിട്ടുണ്ട്. ഈ നമ്മുടെ ഈ ബന്ധുങ് സമ്മേളനത്തിൻ്റെയൊക്കെ ഘട്ടത്തിൽ ഈ സൗദി രാജകുടുംബത്തിലെ ഒരു അംഗം ഈ സോവിയറ്റ് യൂണിയനോടും കമ്മ്യൂണിസത്തോടൊക്കെ ആകർഷണം കാണിച്ച് പിന്നെ നാസറൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹം ചില നീക്കങ്ങൾ നടത്തിയപ്പോൾ എന്താണ്? അദ്ദേഹത്തെ പിന്നെ കുടുംബത്തിൽ നിർത്താൻ കഴിഞ്ഞിട്ടില്ല. അദ്ദേഹം ചരിത്രത്തിൽ അരഞ്ഞത് വിജയപ്രസാദിൻ്റെ ഡാർക്കർ നേഷൻസ് എന്ന് പറയുന്ന പുസ്തകത്തിൽ അദ്ദേഹം ഈ കാര്യങ്ങൾ, ഈ സൗദി രാജകുടുംബത്തിലെ ഒരു അംഗം ഇങ്ങനെ വിട്ടുപോയതിൻ്റെ ഒരു അനുഭവം പറയുന്നുണ്ട്. അപ്പോൾ അതിന് സമാനമായി ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് ആരെയും തരില്ലെന്ന് അവർ പറഞ്ഞു. അങ്ങനെ വന്നപ്പോഴാണ് ലോക ഇസ്ലാമിനെ, കാരണം ഈ അഫ്ഗാനിസ്ഥാനിൽ ഈ യുദ്ധം നയിക്കുന്നത് ആരായിരിക്കണം? ഇസ്ലാമിന് വേണ്ടി എന്ന് പറഞ്ഞാൽ ഇസ്ലാമിൻ്റെ പുണ്യഭൂമികളായ മക്കയും മദീനയും ഒക്കെ നിലകൊള്ളുന്ന ഒരു ഭൂപ്രദേശത്തെ പ്രതിദാനം ചെയ്യുന്ന ആളായിരിക്കണം. അങ്ങനെയാണ് അബ്ദുള്ള ബിൻ ലാദൻ്റെ പുത്രനായിട്ടുള്ള
ഇദ്ദേഹം സ്ട്രക്ചർ എഞ്ചിനീയറിംഗിൽ PG പഠിക്കുന്ന സമയത്താണ് വില്യം കാസി കാണുന്ന കഥയൊക്കെ പറയുന്നുണ്ട്. ഇദ്ദേഹത്തെ അവിടെ കൊണ്ട് ഇദ്ദേഹത്തിന് ഈ ഇതൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഉണ്ടാകാവുന്ന അദ്ദേഹത്തിൻ്റെ ഒരു സാത്വിക പരിവേഷം, ഒരു സന്യാസഭാവം, അതിനെക്കുറിച്ചൊക്കെ ആ പുസ്തകത്തിൽ പറയുന്നുണ്ട്. അദ്ദേഹത്തെ സ്കൂൾ ഓഫ് അമേരിക്കാസിലാണ് കൊണ്ടുപോകുന്നത്. ലോകത്തിലെ ഏറ്റവും ക്രിമിനലുകളെ പ്രോത്സാഹിപ്പിക്കുന്നത്. ഇസ്ലാമിൻ്റെ ചരിത്രമായിട്ട് ഈ ക്രിമിനൽ പരിശീലന കേന്ദ്രത്തിൽ എന്ത് ബന്ധമുള്ളത്? അദ്ദേഹത്തെ കൊണ്ടുപോകുന്നത് ഇസ്ലാമിക പാഠശാലയിലല്ലോ. ഇസ്ലാമിന് വേണ്ടി യുദ്ധം ചെയ്യേണ്ട ആളെ കൊണ്ടുപോകുന്നത് ഇസ്ലാമിക പാഠശാലയില്ല. ലോകത്തിലെ ഏറ്റവും ഭീകരവാദികളായിട്ടുള്ള കോൺട്രാസ് ഉൾപ്പെടെയുള്ള ക്രിമിനലുകളായ പ്രതിവിപ്ലവ സൈന്യത്തെ പരിശീലിപ്പിച്ചിട്ടുള്ള അമേരിക്കയിലെ സ്കൂൾ ഓഫ് അമേരിക്കാസിൽ കൊണ്ടുപോയിട്ടാണ് ഇയാളെ ഗറില്ല യുദ്ധം പഠിപ്പിക്കുന്നത്. എന്നിട്ടാണ് പെഷവാറിൽ കൊണ്ടുപോയിട്ട് അവിടെ ഗോസ്റ്റ് ടണലൊക്കെ ഉണ്ടാക്കുന്ന ഉത്തരവാദിത്തം കൊടുക്കുന്നത്. ഇതിൻ്റെ നേതൃത്വമായിട്ട് മുജാഹിദീൻ മിലിറ്ററിയുടെ നേതൃത്വമായിട്ട് ഇയാളെ കൊണ്ടുവരുന്നത്. ഇതിലെവിടെയാണ് മതമുള്ളത്? ഇത് കാസ്പിയൻ തീരത്തെ, നമ്മളിപ്പോൾ ഇറാൻ ചർച്ച ചെയ്യുന്ന പോലെ കാസ്പിയൻ തീരത്ത് അന്ന് എന്താണ് കണ്ടെത്തിയത്? 10,000 കോടി ബാരൽ ഫോസിൽ ഇന്ധനമുണ്ട്, ഈ പെട്രോൾ ഉണ്ടെന്നാണ്. അത് കൊണ്ടാലിസ റൈസൈഡിയൊക്കെ ഒരു കമ്പനി ഉണ്ടല്ലോ, അവർ കൈവശപ്പെടുത്താൻ വേണ്ടിയിട്ട് അവരാണ് സ്റ്റേറ്റ് സെക്രട്ടറി. ഇന്നത്തെ മറ്റേ റൂബിയ ഉണ്ടല്ലോ, മാർക്കോ റൂബിയ, ആ മാർക്കോ റൂബിയയുടെ റോള് കൊണ്ടാലിസ റൈസൊക്കെ ആയിരുന്നു. അവരതിനുള്ള പ്ലാനൊക്കെ ഇട്ട് നിൽക്കുമ്പോഴാണ് അവിടെ ഗതികേട് എന്ത് വരുന്നത്? ഡോക്ടർ നജീബുള്ളയുടെ ഗവൺമെൻറ് വരുന്നത്. അപ്പോൾ അവർ ദേശാൽക്കരണത്തിൻ്റെ ആൾക്കാരാണ്, അവരെ തകർക്കാൻ വേണ്ടിയാണ്. അപ്പോൾ നമ്മൾ കാണേണ്ട ഒരു പ്രശ്നം, സാമ്രാജ്യത്വം ഒരു മൂലധന വ്യവസ്ഥയെന്ന നിലക്ക് ലോകമെമ്പാടുമുള്ള വിഭവങ്ങൾക്കും സമ്പത്തിനും മുകളിൽ അവരുടെ ആധിപത്യം ഉറപ്പിക്കാനുള്ള അധിനിവേശ പദ്ധതികൾ, ആ അധിനിവേശ വാഞ്ചയിലാണ് മതവും വംശവും ഒക്കെ പ്രത്യയശാസ്ത്രവൽക്കരിക്കപ്പെടുന്നത്. വളരെ അപകടകരമായ മനുഷ്യരാശിക്ക് തന്നെ എതിരായിട്ടുള്ള പ്രസ്ഥാനങ്ങളായിട്ട്, ഭീകരസംഘങ്ങളായിട്ട് മാറുന്നത്. അതൊക്കെ ഉണ്ടാക്കുന്നത് എന്താണ്? മതമേ അല്ല. അതിൻ്റെയൊക്കെ പിറകിൽ ഇന്നത്തെ ഒരു ലോകത്ത് അമേരിക്ക മാത്രമാണ്. അമേരിക്കയിൽ 100 കണക്കിന് ഓറിയൻ്റലിസ്റ്റ് സർവകലാശാലകളുണ്ട്. കിഴക്കിനെ കുറിച്ച് പഠിക്കാൻ ഇന്ത്യയിൽ യൂണിവേഴ്സിറ്റി ഉണ്ട്. നമ്മൾ സംസ്കൃത സർവകലാശാല എന്ന് കാലടിക്ക് പേരിട്ടുണ്ടെങ്കിലും അവിടെ ഓറിയൻ്റലിസം പഠിപ്പിക്കുന്നില്ലല്ലോ നമ്മൾ. അപ്പോൾ അമേരിക്കയിലെ സ്വകാര്യ മേഖലയും ഗവൺമെൻറ് മേഖലയും എത്രയോ ഓറിയൻ്റലിസ്റ്റ് സർവകലാശാല, അവിടെയൊക്കെ പഠിപ്പിക്കുന്ന എന്താണ്? ഈ പ്രതിവിപ്ലവ സിദ്ധാന്തങ്ങളാണ്.